ആ അരിക്കൊമ്പൻ അവിടെ നിന്നിരുന്നെങ്കിൽ ആ ആനിമൽ ഇപ്പം ജീവിച്ചിട്ടുണ്ടാവില്ല. ഇല്ല, മനുഷ്യന് കോൺഷ്യസ്നസ് നഷ്ടപ്പെട്ടു. സ്മെല്ല്, ഫെറമോൺസ് എന്ന് പറഞ്ഞ സാധനങ്ങൾ തിരിച്ചറിയാനുള്ള മനുഷ്യനെ കോൺഷ്യസ്നസ് നഷ്ടപ്പെട്ടു. മനുഷ്യന് വേറെ ക്യൂസാണ്. ഞാനിതൊരു സോഫാർ 526 പോസ്റ്റ്മോർട്ടം എലഫൻറ്റിൽ ചെയ്തിട്ടുണ്ട്. വൈൽഡ് എലഫൻസിൽ മാത്രം. വേൾഡ് റെക്കോർഡായിരിക്കും. എലഫൻസ് ഹാവ് ഹ്യൂജ് ബ്രെയിൻ. ദേ കൻ ഐഡന്റിഫൈ ദർ റിലേറ്റീവ്സ്. ഫോക്സിലൊക്കെ ഈക്വൽ പാർട്ട്ണർഷിപ്പ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബോത്ത് ഹാവ് ദ റോൾ. ശരിക്കും പറഞ്ഞാൽ ഫെമിനിസം ഏറ്റവും കൂടുതൽ നടക്കുന്ന ആനകളിലാണ്. ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റോങ് നോഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. നഗരങ്ങളിൽ ജനറേഷൻസ് ആയിട്ട് ജീവിക്കുന്ന മങ്കികളുണ്ട്, അർബൻ മങ്കീസ്. അവർക്ക് ഒരു ഇല പറിക്കാൻ പോലും അറിയത്തില്ല. ഇപ്പോൾ വയനാട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ എല്ലാവരുടെയും ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, എല്ലാ ആനയും കോൺഫ്ലിക്റ്റ് ചെയ്യുന്നു. ഇല്ല, വയനാട് പറഞ്ഞാൽ 8-9 ബുൾസേ ഉള്ളൂ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നത്. ബ്രീഡിംഗ് ആണല്ലോ, അത് മെയ്റ്റിംഗ് ആണല്ലോ. മെയ്റ്റിംഗ് കുഞ്ഞുങ്ങളുണ്ടാക്കുകയാണ്. ഏത് സ്പീഷീസിൻ്റെയും അൾട്ടിമേറ്റ് എയിം. ഇപ്പം നിങ്ങളൊരു നാട്ടാനെ കൊണ്ടുവന്നിട്ട്, അതിപ്പോൾ ഏത് വലിയ ആനയായിക്കോട്ടെ, നാട്ടിലെ ഏത് വലിയ ആനയായിക്കോട്ടെ, കാട്ടിൽ കൊണ്ടൊരു കാട്ടാനെ കണ്ടു കഴിഞ്ഞാൽ 100 ഓടും. നമുക്ക് ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യുന്ന മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ നിന്ന് തുടങ്ങാം. താങ്കള് ജിം കോർബറ്റിന്റെ ഒരു കേരള പതിപ്പായിട്ട് വരുന്ന ഒരു മനുഷ്യനാണ്. 36 ടൈഗറിനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു വലിയ മൈൽസ്റ്റോൺ. ദെൻ അത്രയേറെ ആനകളെ ട്രാൻക്വിലൈസ് ചെയ്തയാള്. എനിക്ക് ആദ്യം അറിയേണ്ടത് ഇതിന്റെ ഒരു എക്സ്പീരിയൻസിൽ തുടങ്ങാം നമുക്ക്. അതായത് താങ്കൾ തുടങ്ങുന്ന സമയത്തിൽ നിന്ന് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഏറ്റവും കൂടുതൽ കൂടി നിൽക്കുന്ന ഒരു സമയത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. സോ കെൻ യു നമുക്ക് അവിടെ നിന്ന് ബിഗിൻ ചെയ്യാം. ഒന്ന് കോർബറ്റിൻ്റെ ആ സിറ്റുവേഷൻ അല്ല. കോർബറ്റിൻ്റെ സമയത്ത് ഒരുപാട് അറിയാലോ, കമ്മ്യൂണിറ്റിയിൽ അതുകൊണ്ട് ഒത്തിരി മാനിറ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ കോർബറ്റ് അതിനെ ഹണ്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പം നമുക്ക് ഹണ്ട് ചെയ്യാൻ അതല്ല നമ്മുടെ ജോലി. നമ്മളത് മിറ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ ഒരു സയൻസ് വെച്ച് അതിനെ മിറ്റിഗേറ്റ് ചെയ്യാം. ഓക്കെ, മാത്രമല്ല അന്നത്തെ ഒരു സോഷ്യൽ പെർസ്പെക്റ്റീവാണ് കണ്ടിരുന്നത്. ഒരു കോൺഫ്ലിക്റ്റ് ആനിമൽ എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ പ്രോബ്ലമാണ്. അതിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം അങ്ങനെയല്ല, ഒരു സോഷ്യൽ എക്കോളജിക്കൽ ഒരു പ്രശ്നത്തെ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു അതിനെ മിറ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ചലഞ്ച്. അപ്പോൾ പെർസെപ്ഷൻ ഇസ് ഡിഫറെൻറ്റ്. അതായത് അദ്ദേഹം ചെയ്തതല്ല ഇപ്പം ചെയ്യുന്നത്. ഒരു സോഷ്യൽ പ്രോബ്ലത്തിന് ആൻസർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു സോഷ്യോ എക്കോളജിക്കൽ പ്രോബ്ലത്തിന് നമ്മൾ ആൻസർ ചെയ്യുന്നു. അപ്പോൾ വെരി ഡിഫറെൻ്റ് ആണ്. വ്യൂ ഡിഫറെൻ്റ് ആണ്, മെത്തഡോളജി ഡിഫറെൻ്റ് ആണ്. സോ അതാണ്. അപ്പം കോൺഫ്ലിക്റ്റ്, ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിനെ സംബന്ധിച്ചെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം എന്ന് ഹ്യൂമൻ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തോ അന്ന് തൊട്ട് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്. അഗ്രികൾച്ചറിന് അധികം പഴക്കമൊന്നുമില്ല. ഒരു 10,000 ഇയേഴ്സ് പഴക്കം മാത്രമേ ഹ്യൂമൻ അഗ്രികൾച്ചറിൽ വന്നിട്ടുള്ളൂ. അതിനു മുമ്പ് നൊമാഡിക് ആയിരുന്നു, ഹണ്ടേഴ്സ് ആയിരുന്നു. അതിനു മുമ്പ് ഒരു പ്രേ ആയിരുന്നു. ഓക്കെ, പഴയ വലിയ വലിയ കാർണിവോഴ്സിൻ്റെ പ്രേ ആയിരുന്നു. അതിനുശേഷം പ്രിഡേറ്ററായിട്ട് മാറുന്നു, ഹണ്ട് ചെയ്യാൻ തുടങ്ങുന്നു. ഏറ്റവും വലിയ ലാർജ് മാമറ്റ്സിനൊക്കെ ഹണ്ട് ചെയ്ത് എക്സ്റ്റിങ്ഷൻ വരെ എത്തിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് മനുഷ്യൻ മാറുന്നു. അതിനുശേഷം അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നു, സെറ്റിൽ ചെയ്യുന്നു, സിവിലൈസേഷൻസ് തുടങ്ങുന്നു. അവിടെ വെച്ചിട്ടാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് വരുന്നത്. അഗ്രികൾച്ചർ വരുന്നതോടെ ഈ ലാൻഡിൻ്റെ റിക്വയർമെൻറ്റ് കൂടുന്നു, പോപ്പുലേഷൻ കൂടുന്നു, അതിനനുസരിച്ച് കോൺഫ്ലിക്റ്റ് കൂടുന്നു. ശരിക്കും ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നോ ഇന്നലെ തുടങ്ങിയൊരു സംഭവമല്ല. ഇത് എന്ന് മുതൽ മനുഷ്യൻ ഈ അഗ്രികൾച്ചർ ഇൻട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അന്ന് തൊട്ട് ഉണ്ടാകുന്നൊരു സംഭവമാണ്. എവല്യൂഷണറി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിനെ എവല്യൂഷണറി ആയിട്ട് കാണുന്നതാണ് എപ്പോഴും നല്ലത്, റാദർ ദാൻ നമ്മളൊരു ഒരു പ്രശ്നത്തിനെ കാണുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇന്നത്തെ സിനേറിയോയിൽ നടക്കുന്നത് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു പഴയ ബുദ്ധൻ്റെ കഥ പറയുന്ന പോലെ നമ്മൾ 5 ബ്ലൈൻഡ്സ് ഒരു എലഫൻറ്റിനെ കാണുന്ന പോലെയാണ്. പലരും പിടിച്ചു നോക്കിയിട്ട് പില്ലർ പോലെയാണ്. പക്ഷെ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് ഇതിൻ്റെ ഒരു അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് എ സോഷ്യോ പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, എക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്. അല്ലാതെ ഒരു എക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് മാത്രമായിട്ടോ സോഷ്യൽ പെർസ്പെക്റ്റീവ് മാത്രമായിട്ടോ കാണുന്നതിൽ വ്യത്യാസമല്ല. ഇതാണ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പം ചെയ്യാൻ ശ്രമിക്കുന്നത്. ആക്ച്വലി ഇതിനെല്ലാം ഡ്രോ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരു കംപ്ലീറ്റ് വ്യൂവിൽ ഇതിനെ കണ്ട് ഇതിനെ ആൻസർ ചെയ്യാനാണ് ഇപ്പം ശരിക്കും ശ്രമിക്കുന്നത്. അതിനുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും നമ്മൾ ചീഫ് എലവൻ അടക്കമുള്ള അവരെല്ലാം ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഫസ്റ്റ് ടൈമാണ്, ഒരു പാരഡൈം ഷിഫ്റ്റാണ് നടക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ തന്നെ. അപ്പം ശരി, ഞാൻ 98 ജോയിൻ ചെയ്യുന്നത് അസിസ്റ്റൻറ്റ് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ. അപ്പം അന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ 2 ഓഫീസേ ഉള്ളൂ, വെറ്ററിനറിയൻസ് ആയിട്ട് 2 പേരേ ഉള്ളൂ. ഒന്ന് അസിസ്റ്റൻറ്റ് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ മുത്തങ്ങ എന്ന് പറഞ്ഞ പോസ്റ്റും ഒരു ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ കോന്നി എന്ന് പറഞ്ഞ പോസ്റ്റും. അതിനുശേഷം പ്രൊജക്ട് ടൈഗറൊക്കെ തുടങ്ങിയ ശേഷം പെരിയാർ ടൈഗർ റിസർവിൽ ഒരു പോസ്റ്റ് കൂടെ വന്നു.
അപ്പോൾ ഈ രണ്ട് പോസ്റ്റുകളുടെ എന്ന് പണ്ട് ബ്രിട്ടീഷുകാർ മുതലുള്ള കാലഘട്ടത്തിലുള്ള ഇതാണ്. ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ലുക്കിംഗ് ആഫ്റ്റർ ക്യാമ്പ് എലഫൻസ് ആണ്. ഓക്കെ, അപ്പോൾ KSRL പോലും ഇപ്പോൾ അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. FUSൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ലുക്കിംഗ് ആഫ്റ്റർ ക്യാമ്പ് എലഫൻസ്. അപ്പം അന്ന് ക്യാമ്പ് എലഫൻസിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഏറ്റവും കൂടുതൽ ടിംബർ ഹോളിംഗ് നടക്കുന്ന സമയമാണ്, ബ്രിട്ടീഷേഴ്സിൻ്റെ എക്സ്ട്രാക്ഷൻ നടക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ ഈ എക്സ്ട്രാക്ഷൻ നടന്ന ഇതേപോലെ തന്നെ ആനയെ പിടിക്കാൻ വേണ്ടി കുങ്കി എലഫൻസ് വേണം, ട്രെയിൻ ചെയ്തിട്ടുള്ള കുങ്കി എലഫൻസ് വേണം. ഈ കുങ്കി എലഫൻസിനെ പിടിക്കുന്ന ക്യാമ്പുകൾ ഉണ്ടായിരുന്നു, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പലതരം ഓപ്പറേഷൻ ഉണ്ട്. ഗദ ഓപ്പറേഷൻ ഉണ്ട്, പിറ്റ് മെത്തേഡ് ഉണ്ട്. കേരളത്തിൽ പിറ്റ് മെത്തേഡ് ആയിരുന്നു, ഗദ മെത്തേഡ് നോർത്ത് ഈസ്റ്റ് ബംഗാളിൽ ഉണ്ടായിരുന്നു, പിന്നെ മേള ഷിക്കാർ ഉണ്ടായിരുന്നു. അങ്ങനെ പല മെത്തേഡ്സ് അവർ ബ്രിട്ടീഷുകാർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ പൊതുവെ പിറ്റ് മെത്തേഡാണ്, അത് കുഴി കുഴിച്ചിട്ട് അത് വെച്ചിട്ട് വരിക, വാരിക്കുഴിയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകുക, പഴയ ട്രഡീഷണൽ മെത്തേഡ്. അപ്പം അവിടെയുള്ള ക്യാമ്പിൽ ആനയെ നോക്കലായിരുന്നു ശരിക്ക് അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസേഴ്സിൻ്റെ പരിപാടി ആക്ച്വലി. പക്ഷേ അതിനുശേഷം നമ്മൾ ഈ 66 ആയപ്പോഴേക്കും നമ്മൾ ഇത് നിർത്തി, ടിംബർ എക്സ്ട്രാക്ഷൻ നിർത്തി. ആനകൾക്ക് ജോലി ഇല്ലാണ്ടായി. മുത്തങ്ങ ക്യാമ്പിൽ തന്നെ എനിക്ക് 90ഓളം ആനകൾ ഉണ്ടായിരുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് കുങ്കികൾ ഉണ്ടായിരുന്ന ഒരു ക്യാമ്പായിരുന്നു. അതിനെല്ലാം നമ്മൾ വിറ്റു, ഒഴിവാക്കി. കാരണം അതൊരു ബേർഡനാണ്. കാരണം അതൊരു ഗവൺമെൻറ് ഒരു പ്രോഫിറ്റും ഇല്ലാതെ നിൽക്കുന്ന പ്രൈവറ്റ് പാർട്ടിക്ക് വിറ്റു. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു 3 ആനയുള്ളൂ. അപ്പം എനിക്ക് വേറെ വർക്കൊന്നുമില്ല, ആകെ 3 ആന, വെറുതെ നിൽക്കുന്ന 3 ആനകൾ. അപ്പം അത് കഴിഞ്ഞപ്പം വേറെ പണിയൊന്നുമില്ല ആക്ച്വലി. ഓക്കെ, അപൂർവമായിട്ട് പോസ്റ്റ്മോർട്ടം ഉണ്ടാവും. അപ്പം നമ്മളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഞാൻ പറയാം, ക്യാമ്പ് എലഫൻസ് ഇല്ല, പിന്നെ വെട്രോ ലീഗൽ കേസാണ്, പോച്ചിങ് ഉണ്ട്. അപ്പോൾ പോച്ചിങ് അന്ന് റാമ്പൻ്റാണ്, വളരെ കൃത്യമായിട്ട് ഉണ്ടാകുന്നൊരു സമയമാണ്. അപ്പോൾ അതിന് പോസ്റ്റ്മോർട്ടം ചെയ്യുക, അതിൻ്റെ വെട്രോ ലീഗൽ കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുക, അങ്ങനത്തെ പരിപാടി. അങ്ങനെയുള്ള വളരെ ചെറിയ കോൺഫ്ലിക്റ്റ് അതിന് വലിയൊരു ഇഷ്യൂ അല്ല. കോൺഫ്ലിക്റ്റ് ഇഷ്യൂ ആവാണ്ടിരിക്കാൻ കാരണം കോൺഫ്ലിക്റ്റ് ഇഷ്യൂ ആയിരുന്നു. ഓക്കെ, പക്ഷേ അത് ഒരു ആൻസറബിൾ ചെയ്യപ്പെടേണ്ട ഒരു സാധനമാണെന്ന് സമൂഹത്തിന് തോന്നിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കുടിയേറ്റം എന്ന് പറഞ്ഞ സംഭവം, ഇപ്പോൾ 58 തുടങ്ങിയ കുടിയേറ്റം, അത് ശരിക്കും ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. കാരണം അന്ന് ഫാമിനാണ്, പട്ടിണിയാണ്. അപ്പം ഫുഡില്ലാണ്ടിക്കൊണ്ട് ഇവർക്ക് ഇത്ര പൈസ കൊടുത്ത് ഇത്ര അരി കൊടുത്തിട്ട് അവരെ കയറ്റി വിടുകയാണ്, മലബാർ ഏരിയയിലേക്ക് കയറ്റി വിടുകയാണ്. അവർ കയറുന്നു, അവർ മലയേറിയ വരുന്നു, അവരത് കാട്ട് ഫൈറ്റ് ചെയ്യുന്നു, അവർ കയറുന്നു, കുടിയേറി അവർ കൃഷി ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ. അപ്പം അന്ന് കോൺഫ്ലിക്റ്റ് ഇൻറ്റൻസ് ആണ്. പക്ഷെ അത് ആൻസർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ആൻറ്റിസിപ്പേറ്റഡ് ആക്ച്വലി. പിന്നെ അതിനുശേഷം ഈൽഡ് കിട്ടി തുടങ്ങുന്നു, പലരും റിച്ച് ആവുന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ പുൽപ്പള്ളി പോലുള്ള സ്ഥലങ്ങൾ പെപ്പർ ഭയങ്കര വ്യാപകമായിട്ട് വരുന്നു, പെപ്പറിൻ്റെ ഇത് വരുന്നു, ഭയങ്കര റിച്ച് ആവുന്നു ആൾക്കാർ. അപ്പോൾ ഫസ്റ്റ് ജനറേഷന് അറിയാമായിരുന്നു അവർക്ക് ഏകദേശം വലിയൊരു ശതമാനം ക്രോപ്പ് ആനിമൽ കൊണ്ടുപോകുന്നുള്ളത്. അക്സെപ്റ്റഡ് ആയിരുന്നു, ബിക്കോസ് യു ആർ invading to their place and you are expected to have this thing in your life. പക്ഷെ അന്ന് ഒരു കോഎക്സിസ്റ്റൻസ് ഇല്ലായിരുന്നു. അല്ല, നമ്മൾ അങ്ങോട്ട് കയറുകയാണ്. അന്ന് കോഎക്സിസ്റ്റൻസിന്റെ വാക്ക് പോയിട്ട് നമ്മൾ വി ആർ ഇൻവേഡിങ് ടു ദർ ലാൻഡ്സ്കേപ്പ്, എൻക്രോച്ചേഴ്സ്. അത് കാരണം അതൊരു അന്ന് അങ്ങനത്തെ ഒരു ബോധത്തിൻ്റെ അല്ല, അന്നത്തെ ഒരു നെസസിറ്റിയുടെ മുകളിലുണ്ടായ ഒരു ഫാമിൻ പോലെയുള്ള ഒരു സംഭവത്തിലുണ്ടായ ഒരു ഇതാണ് കൃഷി പ്രോത്സാഹിപ്പിക്കാൻ. ഫസ്റ്റ് ജനറേഷൻ കഴിഞ്ഞു, സെക്കൻഡ് ജനറേഷൻ വന്നു, അവർക്കും അറിയാം അവരൊരു ക്രോപ്പിൻ്റെ ഒരു ശതമാനം പോകുന്നുള്ളൂ, അവർക്കറിയാം. ഇപ്പോൾ ട്രൈബൽസിന് വളരെ കൃത്യമായിട്ടാണ് അവരെ കൃഷി ഇത്ര പോകുന്നത്, അവർക്കൊരു ബോധരക്ഷണവും ഇല്ല. അതൊരു കോ എക്സിസ്റ്റൻസ് ആണ്, കാലങ്ങളായിട്ടുള്ള കോ എക്സിസ്റ്റൻസിൻ്റെ മുകളിൽ അവർക്കറിയാം, അവർക്കൊരു കംപ്ലൈൻറ്റും ഇല്ല അതിൻ്റെ മുകളിൽ. ഓക്കെ, പലപ്പോഴും അവർ മരണം സംഭവിക്കുന്ന പോലും അവർക്കൊരു കംപ്ലൈൻ്റ് ആയിട്ട് അവർ പറയാറില്ല. ഓക്കെ, അതൊരു അവർ എന്താ പറയുക, അവർ എവല്യൂഷണൽ പ്രോസസ്സിലും അത് അഡാപ്റ്റേഷനിലും വന്നൊരു സാധനം. സെക്കൻഡ് തേർഡ് ജനറേഷൻ ആകുമ്പോഴേക്ക് ഇവർ ഇതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുകയാണ്. ഓക്കെ, അവർ പിന്നെ പറയുന്നത് നിങ്ങളുടെ കാട് നിങ്ങളുടേത്, ഞങ്ങളുടെ നാട് ഞങ്ങളുടേത്. ഓക്കെ, നിങ്ങളുടെ ആനിമൽ നിങ്ങൾ സ്ഥലത്ത് നിൽക്കുക, ഞങ്ങളുടെ കൃഷി നശിപ്പിക്കാതിരിക്കുക. അപ്പോൾ അതൊരു ട്രാൻസിഷനാണ്. ഓക്കെ, സെൻസിറ്റിവിറ്റിയിൽ വരുന്നൊരു ട്രാൻസിഷനാണ്. അവിടെ നമ്മളെങ്ങനെ കോ എക്സിസ്റ്റൻസ് കൊണ്ടുവരിക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇടയ്ക്ക് ചോദിച്ചിട്ട് ഏത് പീരീഡിലാണ് ഈ പറയുന്ന നിങ്ങളും ഞങ്ങളും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്? അതെനിക്ക് തോന്നുന്നത് ഈ സെക്കൻഡ് ജനറേഷനൊക്കെ ആയപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതൊരു എംപിറിക്കൽ ഒബ്സർവേഷനാണ്. സോ മേ ബി ഐ വുഡ് സേ ലേറ്റ് 70s കോൺഫ്ലിക്റ്റ് അത്രയില്ല. പക്ഷെ എനിക്ക് പറയാം മിഡ് 80s ഒക്കെ ആയപ്പോഴേക്ക് കുറേശ്ശെ സ്ട്രോങ് ആയി. അപ്പം നമുക്കിത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ 2007 ആക്ച്വലി. ഓക്കെ, 2007 ചെറിയ ചെറിയ പ്രതിരോധങ്ങൾ ആൾക്കാർ വന്നു തുടങ്ങി, കൃഷി വ്യാപകമായിട്ട് നശിപ്പിക്കുന്നുള്ള പ്രശ്നം വരാൻ തുടങ്ങി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിന് മിറ്റിഗേഷൻ മെഷേഴ്സ് തുടങ്ങുമ്പോൾ ഫെൻസ് ഉണ്ടാക്കുന്നു, ട്രഞ്ച് ഉണ്ടാക്കുന്നു, അങ്ങനത്തെ അതായത് ഈ കോൺഫ്ലിക്റ്റ് ഏരിയ ഇൻ്റർഫേസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു.
എന്നാലും കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്, പക്ഷെ അതൊരു വലിയ ഇഷ്യൂ ആവുന്നില്ല. മരണങ്ങൾ നടക്കുന്നുണ്ട്, വലിയൊരു ഇഷ്യൂ ആവുന്നില്ല. പക്ഷേ 2009 ഒക്കെ ആയപ്പോഴേക്ക് ഇതൊരു എക്സ്പ്ലോഡിങ് സ്റ്റേജിലേക്ക് അവിടെയാണ് നമ്മൾ ടൈഗർ കോൺഫ്ലിക്റ്റ് ഒക്കെ ശരിക്കും വയനാട് ഫീൽ ചെയ്യുന്നത്. ഫസ്റ്റ് എനിക്ക് വളരെ കൃത്യമായിട്ട് ഒരു കേസിന് മുകളിൽ തന്നെ നമുക്ക് അത് തുടങ്ങുന്ന പോലെയാണ് എനിക്ക് തോന്നി. 2009 ഒരു ടൈഗറിനെ കർണാടക ഗവൺമെൻറ് അവിടുന്ന് അവർ പ്രോബ്ലം ടൈഗറിനെ ക്യാപ്ചർ ചെയ്തിട്ട് തോൽപ്പെട്ടി ഏരിയയിൽ ബോർഡറിൽ വിട്ടു. ഓക്കെ, അവിടെ അത് കാറ്റൽ ലിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു ഹാബിച്വേറ്റഡ് കോൺഫ്ലിക്റ്റ് ആനിമലാണ്. കാറ്റൽ ലിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വിളിച്ചു, ഞാനത് മയക്കുവെടി വെച്ചു, അതിനെ കൂട്ടിലാക്കി. അപ്പോൾ നമുക്കും അത്ര ധാരണയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വെച്ചു ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ നമുക്ക് കാട്ടിൽ വിടാം, അവിടുന്ന് മാറ്റാം ട്രാൻസ്ലൊക്കേഷൻ. അപ്പോൾ ചീഫ് അലവൻ പറഞ്ഞു ശരി ട്രാൻസ്ലൊക്കേഷൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി നമ്മളെന്തു കർണാടക ബോർഡറിൽ വിട്ടു. ഓക്കെ റൈറ്റ്. പക്ഷേ ആ ബോർഡറിൽ നിന്ന് കേരളത്തിലേക്കുള്ള 13 കിലോമീറ്ററേ ഉള്ളൂ. ഓക്കെ, അവിടുന്ന് അവരെ സ്ഥലത്തേക്കുള്ളത് 100-200 കിലോമീറ്റർ ഉണ്ട്. പിറ്റേ ദിവസം ഇത് ബത്തേരി ടൗണിലെത്തി. ബത്തേരി കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. പശുക്കളെ ഓരോ ദിവസവും പശുക്കളെ കൊല്ലാൻ തുടങ്ങി. അങ്ങനെ ഒരു വലിയ പാനിക് സിറ്റുവേഷൻ വന്നു. ജനങ്ങൾ മൊത്തം ഇളകി. ഹൈവേ ഒരു 10-15 ദിവസം ബ്ലോക്ക് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് ടൈം മയക്കോടി വെച്ചു. അപ്പോഴത്തേക്ക് അറ്റാക്ക് ചെയ്തപ്പോഴേക്കും നമ്മൾ സ്റ്റാഫ് വെടിവെച്ചു കൊല്ലേണ്ടി വന്നു. ഓക്കെ, അവിടെ നിന്നാണ് ശരിക്കും എനിക്ക് ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഒരു ഇത് ശരിക്കും. പിന്നെ റാമ്പൻ്റ് ആയിട്ട് കോൺഫ്ലിക്റ്റ് ഇഷ്യൂ. അപ്പോഴേ ആൾക്കാർ വേറെ ലെവലിലേക്ക് ഇത് സാധനം മാറുകയാണ്. ഓക്കെ, എലഫൻ്റ് കോപ്പ് ഇതിൻ്റെ കൂടെ തന്നെ കോൺഫ്ലിക്റ്റിൻ്റെ പാറ്റേണിൽ വരുന്നൊരു ചേഞ്ച് ഉണ്ട്. ഓക്കെ, അത് വളരെ എവിഡൻ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ എലഫൻ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന എലഫൻ്റ് കോൺഫ്ലിക്റ്റ് 99% വരുന്നത് ഇപ്പോൾ വയനാട് പോലുള്ള ലാൻഡ്സ്കേപ്പ് 99% വരുന്നത് ബുൾസാണ്. ഇത് ആണാനകളാണ്. അത് കൊമ്പനും ആവാം, മോഴയാവാം, മെക്കന എന്ന് പറഞ്ഞാൽ ടെസ്ലസ് മെയിൽ മെക്കനയാവും. 1% മാത്രമേ കൂട്ടമായിട്ട് വരാറുള്ളൂ. കൂട്ടമായിട്ട് വരാത്തന്നെ നമ്മൾ ശ്രദ്ധിച്ചു തന്നെ കൂട്ടമായിട്ട് നമ്മൾ പ്രൊഫൈൽ ചെയ്തിട്ടുണ്ട്. ഈ കോൺഫ്ലിക്റ്റ് എല്ലാം 190 കോൺഫ്ലിക്റ്റ് ഞങ്ങൾ പ്രൊഫൈൽ ചെയ്തപ്പോൾ കണ്ട സംഭവം തന്നെ ഈ കൂട്ടമായിട്ട് വരുന്ന കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഹാബിറ്റാറ്റ് ഫ്രാഗ്മെൻറ്റേഷൻ, അതായത് ഭൂമി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇപ്പോൾ റോഡ് കാരണം വികസനങ്ങൾ കാരണം മുറിഞ്ഞു പോകുന്ന ആ സിറ്റുവേഷനിലാണ് മെയിനായിട്ട് ഈ ഹേർഡ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക. ഇത് ഇവിടെ ഒന്നുമല്ല, ഇതിനെക്കാളും ഭീകരമായ സിറ്റുവേഷൻ നോർത്ത് ഈസ്റ്റ് ബംഗാളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ബക്സ ടൈഗർ റിസർവ് 60 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഐ തിങ്ക്. പുറത്ത് ജൽദപ്പാറ 40 സ്ക്വയർ കിലോമീറ്റർ. ഇതിങ്ങനെ പെപ്പേർഡായിട്ട് ഹ്യൂമൻ ലാൻഡ്സ്കേപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ എലഫൻസിനാണ് വലിയ റിസോഴ്സ് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ 18 മണിക്കൂർ ആക്റ്റീവായിട്ട് നിൽക്കുകയും 100-200 കിലോളം ഫുഡ് കഴിക്കുകയും ചെയ്യുന്ന ഒരു ആനിമലാണ്, ഹേർഡാണ്, കൂട്ടമാണ്. അതിനൊരു ചെറിയൊരു ലാൻഡ്സ്കേപ്പിൽ അതിനെ ഉൾക്കൊള്ളാൻ ഇതിന് പറ്റില്ല. അപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കണം. അങ്ങോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് കോൺഫ്ലിക്റ്റുമായിട്ട് ഇൻ്റർഫേസ് കൂടി വരും. ഓക്കെ, ഫ്രാഗ്മെൻറ്റേഷൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മെറ്റാ പോപ്പുലേഷൻ എന്ന് പറയും. അതായത് ഇതിന് വൈൽഡ് ലൈഫും ഹ്യൂമനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടി വരും. കാരണം സർഫസ് ഏരിയ കൂടും, അറിയാലോ, ഇത് കൂടി വരും. അപ്പം അതാണ് ഇത്. ആ കേസിലാണ് സാധാരണ ഹേർഡായിട്ട് വരിക. കേരളത്തിൽ 2-3 സ്ഥലങ്ങളിലുണ്ട്. ആറളം പോലുള്ള സ്ഥലങ്ങളിൽ ഹേർഡിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. സൗത്ത് വയനാട് ഡിവിഷനിൽ ചില സ്ഥലങ്ങളിൽ ഹേർഡ്. അത് ക്ലീൻ ഫ്രാഗ്മെൻറ്റഡ് ലാൻഡ്സ്കേപ്പാണ്. ഇപ്പോൾ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ അതർ സൈഡ് പറയുകയാണെങ്കിൽ അതൊരു കണ്ടിന്യൂസ് ലാൻഡ്സ്കേപ്പാണ്, വലിയൊരു ലാൻഡ്സ്കേപ്പാണ്. നീൽഗിരി ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞാൽ 13,000 സ്ക്വയർ കിലോമീറ്ററുള്ള വലിയൊരു ലാൻഡ്സ്കേപ്പ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഏഷ്യൻ എലഫൻസ് ഉള്ള 9,000ഓളം എലഫൻസ് ഉള്ള ഒരു വലിയ ലാൻഡ്സ്കേപ്പ്. അത് കണ്ടിന്യൂസ് ആണ്. അവിടെ ആനിമൽസ് മൂവ് ചെയ്യാം കിലോമീറ്റർ. ഇപ്പോൾ നമ്മൾ റേഡിയോ കോളറിങ്ങുള്ള ആനിമലൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുന്ന ആന്ധ്രയുടെ അവിടെ നിന്നൊക്കെയാണ് പലപ്പോഴും കിട്ടുക. ലോങ് റേഞ്ച് എലഫൻസ് മൂവ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ബുൾസാണ് നമുക്ക് വരുന്ന പ്രശ്നം, സിംഗിൾ ബുൾസ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് ഇവരിലും അഡാപ്റ്റേഷൻ വരുന്നുണ്ട്, ഈ ആനകളിലും അഡാപ്റ്റേഷൻ വരുന്നുണ്ട്. ഇപ്പം ഇപ്പോൾ നമ്മൾ കാണുന്ന പറഞ്ഞാൽ ബുൾസിൻ്റെ വലിയ ലാർജ് സ്കെയിൽ ബുൾസിൻ്റെ ഗ്രൂപ്പുകളാണ് ഇപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബുൾസിൻ്റെ അഡൽട്ട് ബുൾസ് ഗ്രൂപ്പ്, അതൊരു കൂട്ടമായിട്ട് ഇതിന് വേണ്ടി മാത്രം, കോൺഫ്ലിക്റ്റിന് വേണ്ടി മാത്രം ആയിട്ടുള്ള ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്താണ്. വളരെ അത് 2014 ശേഷമാണ് ഞാനത് കൃത്യമായിട്ട് നമ്മളതിന് അങ്ങനത്തെ ഒരു ഒരു ബുള്ളിനെ ഇതിലൊരു ലീഡർ ഉണ്ടാവും, അയാളെ നമ്മൾ കോളർ ചെയ്തു, റേഡിയോ കോളർ ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ അതിൻ്റെ കൃത്യമായിട്ട് ഇതിൻ്റെ പാറ്റേൺ പഠിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മുത്തങ്ങ അടുത്തൊരു വലിയൊരു വയലുണ്ട്. എനിക്ക് കേരളത്തിലെ ഏറ്റവും വലിയ, കേരളത്തിലല്ല വയനാട്ടിലെ ഏറ്റവും വലിയൊരു വയലാണ്. അവിടെ കൃഷി ഉണ്ടാവും. അവിടെ ഈ സ്ഥിരം ആന ഇറങ്ങുന്നതാണ് ഈ കൂട്ടം. 4 ആനയാണ്, 4 ബുൾസാണ്. ലാർജ് ബുൾസ്, ഹ്യൂജ് ബുൾസ്. അതായത് ചെറിയ കൂട്ടങ്ങളല്ല. സാധാരണ കൂട്ടം എന്ന് പറഞ്ഞാൽ ചെറിയ കൂട്ടം ബുൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആനക്കുട്ടി ഉണ്ടായി, ബുൾ കാഫ് ഉണ്ടായി, ഒരു 12 വയസ്സായി കഴിഞ്ഞാൽ ഇത് കൂട്ടം നിന്ന് മാറ്റും. അപ്പോൾ ഈ ചെറിയ ബോയ്സ് സ്കൂൾസ് ഉണ്ടാക്കും ഇവർ. അങ്ങനെയല്ല, ടീനേജ് സ്കൂൾസ് അല്ല, അഡൽട്ട് ബുൾസ്. അപ്പോൾ ഈ 4 ബുൾസിൽ ലീഡർ ബുള്ളുണ്ട്. ഇവൻ നിൽക്കും. ഇവർ കൃത്യമായിട്ടൊരു വൈകുന്നേരം 6-7 മണിയാകുമ്പോൾ നിൽക്കും. ഫീൽഡിൻ്റെ 4 സൈഡിൽ നിന്നും ഇറങ്ങും. ഓക്കെ, അപ്പോൾ കൃഷിക്കാരൻ എന്താ കൺഫ്യൂസ്ഡ് ആവാണ്. പണ്ടൊരു സിംഗിൾ ബുള്ള് വരികയാണ്, ഇയാളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ദിസ് എ കൈൻഡ് ഓഫ്
കോപ്പറേറ്റീവ് ക്രോപ്പ് റൈഡിംഗ് ആണ്, ഒരു It's കൂട്ടം. like they're actually forming teams or groups to attack. യെസ്. ഇപ്പോൾ ഒരു 4 സൈഡിൽ നിന്നും ഒരു ഇത് അറ്റാക്ക് ചെയ്യുമ്പം കർഷകന് കൺഫ്യൂസ്ഡ് എങ്ങോട്ട് പോകണം. ഓക്കെ, സോ ദേ ഗെറ്റിംഗ് ദ വിൻഡോ ടു ഡു ദ ക്രോപ്പ് റൈഡിംഗ്. ഇറ്റ് ഇസ് എ ബിഹേവിയർ ആറ്റിറ്റ്യൂഡ്. ഈ ബിഹേവിയർ ഈ ഇവോൾവ് ചെയ്ത് ഇപ്പോൾ ഒരുപാട് വ്യാപകമായിട്ട് പാലക്കാട് കേസ് ഇപ്പോൾ ഞങ്ങൾ PT5 എന്ന് പറഞ്ഞ ആനിമലിനെ പിടിച്ചു, PT7 ട്രീറ്റ് ചെയ്തു. അതൊരു 12 ബുൾസുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. അതിൽ 4-5 ട്രെയിൻ അടിച്ച് മരിച്ചുപോയി. ഈ ഗ്രൂപ്പ് അവർ ഇറ്റ്സ് എ സ്ട്രോങ് അസോസിയേഷൻ, ദേ കോപ്പറേറ്റ് ഈച്ച് അതർ. ഇറ്റ്സ് സോ ഞാൻ പറയുന്നത് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് തന്നെ വളരെ ഡൈനാമിക് ആയിട്ടുള്ളൊരു സാധനമാണ്. എവല്യൂഷൻ സംഭവിക്കുന്നുണ്ട്, ബിഹേവിയറൽ ചേഞ്ചസ് വരുന്നുണ്ട്. അല്ലാണ്ട് നമ്മൾ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ട് നമ്മൾ ഇതുണ്ടാക്കുന്ന ഒരു പ്രോസസ്സല്ല. അപ്പോൾ അതാണ് പലപ്പോഴും നമ്മൾ പോളിസികളിൽ വരുന്നു. ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പം വളരെ കൃത്യമായിട്ട് ഒരു മനുഷ്യനും വന്യജീവിയും തമ്മിലുള്ള ഒരു നെഗറ്റീവ് സംഘർഷം, പലപ്പോഴും മനുഷ്യനാണ് അതിൽ നഷ്ടം വരുന്നത്. അങ്ങനെയല്ല, ഇതൊരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഇവോൾവിങ് സിറ്റുവേഷനാണ്. ഓക്കെ, അത് നമുക്ക് പല എക്സാമ്പിൾസ് ഉണ്ട് അതിന് മുകളിൽ പറയാൻ വേണ്ടി. സർ, അതിനകത്തൊരു ഇസ് ദിസ് എ ന്യൂ തിങ്? ഒന്ന് ഈ ബുൾസ് ഒരുമിച്ച് വരുന്നത്, ഒന്ന് അത്. രണ്ടാമത് how recent is it? I mean, can you find examples of it elsewhere also? There are some reports from African countries. Okay, Asian ചെറിയ 1-2 reports. And it's not natural, no? Everything is natural. I told you, it's evolution, it's evolving. So it's nothing artificial. They evolve. They find a strategy. Okay, they find a strategy to. കാരണം എന്ന് പറഞ്ഞാൽ ഈ കോൺഫ്ലിക്റ്റ് ബുൾസ് എല്ലാം ഞാൻ പറയാം, വളരെ സങ്കടകരമായിട്ട് പറയാം, 45 വയസ്സിനപ്പുറത്തേക്ക് പോവില്ല. All the conflict bulls. അത് കോൺഫ്ലിക്റ്റ് കൊണ്ട് മരിക്കുന്നതാണോ? They will be killed. Electrocution, arrow, poisoning, gunshot. അത് ഹ്യൂമൻസ് ആയിട്ട് അവർ ഇൻട്രാക്ട് ചെയ്യുന്നത്. 45 വയസ്സിനപ്പുറത്തേക്ക് പോവില്ല. അതിനു മുമ്പ് നിങ്ങൾ നോക്കിക്കോ, ഏത് കോൺഫ്ലിക്റ്റ് ആണെന്ന് നോക്കിയോ. ഞാൻ ഇതൊരു സോഫാർ 526 പോസ്റ്റ്മോർട്ടം എലഫൻറ്റിൽ ചെയ്തിട്ടുണ്ട്, വൈൽഡ് എലഫൻസിൽ മാത്രം. വേൾഡ് റെക്കോർഡായിരിക്കും. ഇതിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പ്രൊഫൈൽ ചെയ്തിട്ടുണ്ട്. All the conflict bulls will die because they are negatively interacting, either poisoning or gunshot, arrow, electrocution. ഏറ്റവും ഇതാണ്. നാച്ചുറലും ഉണ്ട്, മറ്റതും ഉണ്ട്. ഇത് പന്നിക്ക് വെക്കുന്ന ലൈൻ്റെ മുകളിൽ തട്ടി മരിക്കുന്ന ആനകളുണ്ട്, ഇഷ്ടംപോലെ കേസുകൾ. ഈ വർഷം തന്നെ എത്ര 5-6 ആയിട്ട്. 526 പോസ്റ്റ്മോർട്ടം എന്ന് പറയുമ്പോൾ ഇത്രയധികം ആനകൾ ഇവിടെ കൊല്ലപ്പെടുന്നു എന്നല്ലേ എൻ്റെ? അല്ല, ഞാൻ 2008 മുതലാണ് പറഞ്ഞത് കേട്ടോ. 2000 അത്ര ആനയുണ്ട്. അതിൻ്റെ പെർസെൻറ്റേജ് നമുക്കൊരു എക്സ്പെക്റ്റഡ് പോപ്പുലേഷൻ മോർട്ടാലിറ്റി 10% ആണ്. അതിൻ്റെ വളരെ ലോയേ വരുള്ളൂ, 4% വരുള്ളൂ. Elephants should die, they have to die because they are living creatures. So അത് നമ്മൾ മോർട്ടാലിറ്റി പാറ്റേൺ കൃത്യമായിട്ട് നമ്മൾ ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ ലോ, അതായത് ഒരു നാച്ചുറൽ എക്സ്പെക്ടേഷൻ മോർട്ടാലിറ്റിയിലാണ് വരുന്നത്. ഇതെല്ലാം കോൺഫ്ലിക്റ്റ് കൊണ്ട് മരിച്ചു എന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ഏജ്ഡായിട്ട്, ഡിസീസ്ഡായിട്ട് ഒരുപാട് കാലം, നോട്ട് കോൺഫ്ലിക്റ്റ് അലോട്ട്. ഇത്രയും മോർട്ടാലിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതിൽ ഞാനത് പ്രൊഫൈൽ ചെയ്തപ്പം കോൺഫ്ലിക്റ്റ് പ്രൊഫൈൽ ചെയ്ത് വന്നപ്പോൾ കണ്ടത് തന്നെ ഈ ആനിമൽസ് എല്ലാം കോൺഫ്ലിക്റ്റ് ആനിമൽസ് ഒന്നും ഇത് ചെയ്യും. ഇവിടെയാണ് ഇവർ ഈ കോപ്പറേറ്റീവ് ക്രോപ്പ് റൈഡിങ്ങിൻ്റെ ഒരു സാധ്യത ഇവർ കാണുന്നത്. ഓക്കെ, ഇത് വ്യാപകമായിട്ട് ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം അതിരപ്പള്ളി പോയാൽ നിങ്ങൾക്ക് 22 ബുൾസുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. 22 ബുൾസ്. അതിലൊരു ബുള്ളിയാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പിടിച്ചത്. ഇൻഫൈറ്റ് ആയിരുന്നു, ഇൻവൈറ്റ്. ഇവരുടെ ഹേർഡ് അപ്പോൾ എവിടെയായിരിക്കും? ഇവർക്കൊക്കെ എന്താണെങ്കിലും പിടിയാനയും കുട്ടിയാനയും ഒക്കെ വന്നില്ല. ഇല്ല, അതൊരു തെറ്റായ ധാരണ. അത് വളരെ മിസ്കൺസെപ്റ്റ് ആണ്. അത് നമ്മൾ അരിക്കൊമ്പൻ്റെ കേസിലൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ ഫാമിലി, അവൻ്റെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഒരു അല്ല, സ്വാഭാവികം കേട്ടോ. ഞാനിതിനെ കുറ്റം പറയല്ല. ഞാനതിനെ എന്താ പറയുക, ആനിമൽ ലവേഴ്സിനെ ഞാൻ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു വ്യക്തി. കാരണം എന്താ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്നത്തെ സമൂഹത്തിൽ അന്യോന്യം വെറുക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ ഒരു വേറെ സ്പീഷീസിന് വേണ്ടി അവർക്ക് അത്ര എമ്പത്തറ്റിക് ആവാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഞാനതിനെ വളരെ പോസിറ്റീവായിട്ടാണ്. പക്ഷേ അത് റാഷണലും സയൻറ്റിഫിക്കും ആണ്. ഓക്കെ, അല്ലാണ്ട് നമുക്ക് അന്ധമായിട്ട് നമ്മളൊരു പാഷൻ വെക്കുകയും നമ്മളതിനെ ഇത് ചെയ്യുന്നതും ഒരു 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 അപ്രോപ്രിയേറ്റ് അല്ല. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ വരാം, അത് ആ പോയിന്റിലേക്ക് ഞാൻ വരാം. അപ്പം ഒരു ദിവസം റൈറ്റ് ഹേർഡിൻ്റെ പ്രശ്നം, ബുള്ളിൻ്റെ പ്രശ്നം. അപ്പോൾ ബുള്ള് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കൊരു എലഫൻറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാണ്. ഒരു യൂണിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളൊരു ഹ്യൂമൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, കുട്ടികൾ, റൈറ്റ്. ആ ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഒരു മദറും അതിൻ്റെ കാഫുമാണ്. സിംഗിൾ യൂണിറ്റ്. ഇതിൻ്റെ കോൺട്രിഗേഷനാണ് ഹേർഡ് എന്ന് പറയാം, കൂട്ടം എന്ന് പറയാം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കൂട്ടം വളരെ ഡൈനാമിക്കാണ്. ഓക്കെ, അതിനകത്തൊരു ലീഡിങ് ഫീമെയിൽ ഉണ്ടാവും, മെട്രിയാക്ക് എന്ന് പറയും. ഓക്കെ, ആൻഡ് ഷീ ഈസ് ദ മോസ്റ്റ് പവർഫുൾ ഫീമെയിൽ. ഏറ്റവും വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. അവൾക്കറിയാം എവിടെയാണ് റിസോഴ്സ് എന്നുള്ളത്. ഈ ഗ്രൂപ്പിനെ കംപ്ലീറ്റ് ലീഡ് ചെയ്യുന്നത് അവളാണ്. വെള്ളം എവിടെയുള്ളതെന്ന് അവൾക്കറിയാം. ഏറ്റവും കൂടുതൽ ബ്രീഡ് ചെയ്യുന്നതും ഈ ഫീമെയിലാണ്. ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫീമെയിൽ. ഓക്കെ, ഈ മെട്രിയാർക്ക്, അപ്പോൾ ഈ മെട്രിയാർക്കിൻ്റെ മക്കളുണ്ടാവും, ആണ്ട് ഉണ്ടാവും, അനിയത്തിമാരുണ്ടാവും.
അങ്ങനെ ഇവർ ചേർന്ന ഒരു ഗ്രൂപ്പാണ് ആക്ച്വലി ഒരു എലഫൻറ്റ് ഹേർഡ് എന്ന് പറയുന്നത്. അതിനകത്ത് ബുൾസ് ഇല്ല. ബുൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇമാജിൻ അതിനകത്ത് ഹേർഡിൽ ഒരു 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 മെയിൽ കാഫ് ഉണ്ടാവുന്നു. ഒരു മെയിൽ കാഫ് അപ്പോൾ ആലോചിക്കാം, എലഫൻറ്റിൻ്റെ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ 20-22 വർഷമാണ്. ഓക്കെ, അപ്പോൾ ഈ എലഫൻറ്റ് കാഫ് ഉണ്ടാവുന്നു, അത് വളർന്നു വന്നു. ഒരു കാഫ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 1 വയസ്സ് വരെയാണ്. 5 വരെ നമ്മൾ ജുവനൈൽ എന്ന് പറയും. ജുവനൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ശൈശവം എന്ന് പറയാൻ തോന്നുന്നു അല്ലേ? കൗമാരം. കൗമാരം, ശൈശവമല്ല കൗമാരം. ശൈശവം ഇത് കൗമാരം. കൗമാരം അത് കഴിഞ്ഞ് സബ് അഡൽട്ട് സ്റ്റേജിലേക്ക് കയറുന്നു. അത് കഴിഞ്ഞ് അഡൽട്ട് സ്റ്റേജിലേക്ക് കഴിഞ്ഞു 10-14 സെക്ഷൽ മെച്യൂരിറ്റി ഒക്കെ ആയി കഴിഞ്ഞാൽ 10-14 വയസ്സുമ്പോൾ സെക്ഷൽ മെച്യൂരിറ്റി ആവും. ആദ്യത്തെ മതം പൊട്ടും, മൊഡാമസ് എന്ന് പറയും. അതൊരു ഒരു അഡൽട്ട് ബുള്ളായിട്ട് മാറുകയാണ്. അപ്പോഴത്തേക്ക് ഈ ബുള്ളി ഇതിനെ കൂട്ടം ഓടിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും നിൽക്കാൻ പാടില്ല. നിന്ന് കഴിഞ്ഞാൽ ഇൻബ്രീഡിങ് ഉണ്ടാവും. ഓക്കെ, ഈ ജനിതകമായിട്ട് അവർ അടുത്ത ഇതെല്ലാം സിബ്ലിങ്സും കണക്റ്റഡ് റിലേറ്റീവ്സും ആയിരിക്കും, നെഫ്യൂസ് അങ്ങനത്തെ ഇതായിരിക്കും. അപ്പോൾ ഇതിനൊരിക്കലും നിർത്തില്ല. അപ്പോൾ ഇതിനെ മാറ്റി ഒരു 10 വയസ്സാകുമ്പോഴേക്ക് തന്നെ, 10 അല്ല ഒരു 8 വയസ്സാകുമ്പോഴേക്ക് തന്നെ ഇയാൾ മെല്ലെ പുഷ് ചെയ്തു. അപ്പോൾ ഇയാളിങ്ങനെ ഇതിൻ്റെ സർക്കംഫറൻസിൽ നടക്കും, ചുറ്റും ഇങ്ങനെ നടക്കും. പിന്നെ അതിങ്ങനെ നീണ്ടു പോയി എളുപ്പം. ആ സമയത്ത് ഇവർ ചെറിയ പിള്ളേർ തമ്മിൽ ചെറിയ ഗ്യാങ് ഉണ്ടാക്കും. അങ്ങനെ ബോയ്സ് സ്കൂൾ എന്ന് പറയും നമ്മൾ. ഓക്കെ, അപ്പോൾ അതും വളരെ ട്രാൻസിയൻ്റ് ആണ്. അത് കഴിഞ്ഞ് വിട്ടുപോകും. അങ്ങനെ ഒരു ഫുൾ അഡൽട്ട് ആയിക്കഴിഞ്ഞാൽ അയാൾ പിന്നെ ഇൻഡിപെൻഡൻ്റ് ആണ്. അയാൾ പിന്നെ ഇതുമായിട്ട് ഹേർഡിൻ്റെ ഭാഗമാവുന്നില്ല. അങ്ങനെ ഒരു ഫസ്റ്റ് മസ്ത് വന്നു, സെക്കൻഡ് മസ്ത് വന്നു. മസ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഇതൊരു ഒരു ഒരു പത്തോളജിക്കൽ കണ്ടീഷനല്ല, അതിൻ്റെ നാച്ചുറൽ കണ്ടീഷനാണ്. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈ മസ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എൻലാർജ് ചെയ്യും. ടെസ്റ്റോസ്റ്റെറോൺ ലെവൽ, മെയിൽ ഹോർമോൺ, അതായത് ആണുങ്ങളുടെ ഹോർമോൺ ഹൈ ആവും. അതുകൊണ്ട് തന്നെ ബിഹേവിയർ ചേഞ്ച് ഉണ്ടാവും. ആനിമലിന് പേടി നഷ്ടപ്പെടും. ആനിമൽ ഭയങ്കര അറ്റാക്കിംഗ് ആയിരിക്കും. ഈ ഇതന്നെ വെള്ളം ഇതിനകത്ത് ബോഡിയിലൊക്കെ സംഭരിക്കപ്പെടും. സോഡിയം പൊട്ടാസ്യം ചാനൽസിലൊക്കെ വ്യത്യാസം വരും. നല്ല ഗ്ലോ ചെയ്യും. ഈ സമയത്ത് ആണ് ശരിക്കും മസ്ത് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ കാണുന്നത് ഇത് മെയ്റ്റിംഗ് ആയിട്ട് കാണാം. അല്ല, മസ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരം എവല്യൂഷണറി പ്രോസസ്സാണ് എലഫൻസിൽ നടക്കുന്നത്. പലപ്പോഴും റെക്കോർഡ് ചെയ്തിട്ടില്ല. വി പുട്ട് ദ ഹൈപ്പോത്തസിസ് ബേസിക്കലി. ഒന്ന്, ഈ ഫീമെയിൽ കൂട്ടത്തിൽ നമ്മളൊരു ഇൻക്ലൂസീവ് ഫിറ്റ്നസ് എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ പരസ്പര സഹായത്തിന് മുകളിൽ ഒരു ഗ്രൂപ്പാണ്. ഒരു ഫീമെയിൽ പ്രസവിക്കുമ്പം മറ്റേ ഫീമെയിൽ അതിനെ അറ്റൻഡ് ചെയ്യുന്നു. ഒരു ടൈഗർ അറ്റാക്ക് ഉണ്ടാകുമ്പം എല്ലാവരും കൂടെ നിന്ന് അതിൻ്റെ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഒരു ഇൻക്ലൂസീവ് ഫിറ്റ്നസ് ആണ്. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഫിറ്റ്നസ് അല്ല, ഒരു ഗ്രൂപ്പിൻ്റെ ഫിറ്റ്നസ് ആണ് ഇൻക്ലൂസീവ് ഫിറ്റ്നസ്. ബുൾസിൽ അങ്ങനെയല്ല. ബുൾസിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ദേ ഫൈറ്റ് ഈച്ച് അതർ. ഈ മസ്തിൻ്റെ സമയത്ത് ദേ ഫൈറ്റ്. ഓക്കെ, ഫൈറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഫീമെയിൽസിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫീമെയിലാണ് സെലക്ട് ചെയ്യുന്നത്. സെക്ഷൽ സെലക്ഷൻ എന്ന് പറയും ഇതിന്. അത് ഫീമെയിലാണ് ബുള്ളിനെ സെലക്ട് ചെയ്യുന്നത്, അല്ലാണ്ട് മെയിലല്ല ബുള്ളിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഫീമെയിൽ സെലക്ഷൻ ആണ് ഞാൻ പറയാം. വളരെ അത്ഭുതകരമായൊരു സംഭവമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഷീസ് ഇൻവെസ്റ്റിംഗ് ഒത്തിരി എനർജി ഇതിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആലോചിക്കാം, 22 മാസം പ്രഗ്നൻസി, ഒരു 10 വർഷമാണ് ഒരു കാഫിൻ്റെ മുകളിൽ ഈ ഒരു ഫീമെയിൽ സ്പെൻഡ് ചെയ്യുന്നത്. അവളെ എനർജി, അവളെ ടൈം, അവളെ ലൈഫ്, എവറിത്തിങ്. അതുകൊണ്ട് തന്നെ ഷീ വാണ്ട് ടു സീ ദാറ്റ് ഹർ ബേബി ഷുഡ് ബി ദ പെർഫെക്റ്റ്. സോ ഷീ ഈസ് സെലക്ടിങ് ബെസ്റ്റ് ബുൾ. ദാറ്റ്സ് എ ഫീമെയിൽ സെലക്ഷൻ. ശരിക്കും പറഞ്ഞാൽ ഫെമിനിസ്റ്റ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ആനകളിലാണ്, റൈറ്റ്? സോ ഷീ ഈസ് സെലക്ടിങ് ദ ബെസ്റ്റ് ബുൾ. അപ്പോൾ ബുള്ള് മസ്തായി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവിടെ ബെസ്റ്റ് ബുള്ള് അവിടെ ഉണ്ടാവും. ഇത് നല്ല തലയെടുപ്പുള്ള നല്ല ക്വാളിറ്റി, നല്ല ടെസ്കൊക്കെ അതിൻ്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ഇത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരിതാണ്. ഫെറമോൺസിൻ്റെ സ്മെല്ലും ഒക്കെ ഇതിൻ്റെ ബാധകമുണ്ട്. അപ്പോൾ ഇയാളുണ്ടാവും. അപ്പോൾ ഇയാൾക്ക് മസ്താണ്. അപ്പോൾ ഇയാളും വന്ന് കയറുന്ന സമയത്ത് ഇവരും ഒരു ഇൻഫൈറ്റ് ഉണ്ടാവും, ഡെത്ത് ഉണ്ടാവും. വ്യാപകമായിട്ട് കഴിഞ്ഞ വർഷം തന്നെ 14-15 ഇൻഫൈറ്റ് ഡെത്ത് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു. ഫൈറ്റ് ചെയ്തിട്ട് ഹാർട്ടിലേക്ക് കുത്തിക്കയറ്റും, കൊമ്പ് കുത്തിക്കയറ്റും, ഡൈ ആസ് വെൽ. ഓക്കെ, നാച്ചുറൽ ആണിത്. അപ്പോൾ പലപ്പോഴും ഈ ഇൻഫൈറ്റ് കേസാണ് ആൾക്കാർ പറയുന്നത് പോയി ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ കോൺഫ്ലിക്റ്റ്, ഇതൊരു നാച്ചുറൽ പ്രോസസ്സിൽ നമ്മളിങ്ങനെ ഇൻവോൾവ് ചെയ്യാമെന്നുള്ളത്. അത് കം ടു ദ പോയിന്റ് ലേറ്റർ. അപ്പം അങ്ങനെ വരുന്നു. പക്ഷേ ഇവൻ ആസ് ടൈം ഗോസ് ഓൺ ഇവൻ വലുതായി വരുന്നു. ഇവൻ്റെ വിഗർ കൂടി വരുന്നു. ഫൈനലി ഹി ബിക്കം ബിഗ് ബുൾ ആൻഡ് ഹീറ്റുള്ള ഫീമെയിൽ സെലക്ട് ചെയ്യുന്നു, മീറ്റിംഗ് നടക്കുന്നു. ഇതാണ്. അപ്പോൾ ബുള്ള് എന്ന് പറഞ്ഞാൽ സോളിറ്ററി ആനിമലാണ്. ഓക്കെ, ഫീമെയിലാണ്. ബുള്ളിൻ്റെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫൈറ്റ് കൂടെ ഉണ്ടാവുന്ന സെലക്ഷൻ പ്രോസസ്സാണ് ബെസ്റ്റ് ബുൾസ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടായിട്ട് തന്നെ എവല്യൂഷണറി സ്റ്റാൻഡ് പോയിന്റിൽ കാണും. ഇത് വേറെ ടെക്സ്റ്റ് ബുക്സിൽ കാണില്ല, എവല്യൂഷണറി സ്റ്റാൻഡ് പോയിന്റിൽ തന്നെ കാണും. ഓക്കെ, ഇവിടെയാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് വരുന്നത്. അല്ലാതെ എന്താ ഒരുമിച്ച് ഫാമിലി പോവോ, മാർക്കറ്റിൽ പോവോ, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. വീട് വെക്കോ, അങ്ങനത്തെ സെറ്റിൽമെൻ്റ് ഒന്നുമില്ല. സെക്സ് കഴിഞ്ഞു, ഫീമെയിൽ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ മെയിൽ പോയി. ദ റെസ്റ്റ് ഇസ് ഹെർ ജോബ്. ഇതിനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഫീമെയിലിൻ്റെ ഹേർഡിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഈ ഒരു പാറ്റേൺ എലിഫന്റ്സിൽ മാത്രമല്ല, അല്ല എല്ലാ ആനിമൽ കിങ്ഡത്തിലും ഇല്ല.
അത് സെക്ഷൽ സെലക്ഷൻ മൂന്ന് രീതിയിലുണ്ട്. ഒന്ന്, ചിലത് ഈക്വൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടാവും. ഫോക്സിലൊക്കെ ഈക്വൽ പാർട്ട്ണർഷിപ്പാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബോത്ത് ഹാവ് ദ റോൾ. അവർ ഫീമെയിൽ പ്രസവിക്കുമെങ്കിലും രണ്ടുപേരും കൂടെ കുഞ്ഞിനെ നോക്കുന്നു, വളർത്തുന്നു. പലപ്പോഴും ആ സ്പീഷീസ് ഒരു ഫീമെയിൽ ഡെത്ത് ആയി കഴിഞ്ഞാൽ ലോൺലി ആയിട്ട് തന്നെ നിൽക്കുന്ന ചില കേസുകളുണ്ട്. ഓക്കെ, ദെൻ പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ മെയിൽ സെലക്ഷൻ എന്ന് പറയും. ചില കേസിൽ ഫീമെയിൽ, ഇപ്പോൾ ബേർഡ് ഉണ്ട്, കൂട്ട് സ്പീഷീസ് സംതിങ്, മെയ്റ്റിങ് കഴിയുന്നു, ഫീമെയിൽ പോകുന്നു, ഫീമെയിൽ മുട്ടയിടുന്നു, ഫീമെയിൽ പോകുന്നു. ഓക്കെ, ഷീസ് എ ഗുഡ് ബൈ. ഓക്കെ, ദെൻ മെയിൽ അടയിരിക്കുന്നു, കുഞ്ഞിനെ വളർത്തുന്നു, പുറത്തു കൊണ്ടു. മെയിലിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ഇറ്റ്സ് കോൾഡ് മെയിൽ സെലക്ഷൻ. ഫീമെയിൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൽ മെയ്റ്റ് ചെയ്യുന്നു, ഫീമെയിൽ സെലക്ട് ചെയ്യുന്നു, അവളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് ഏറ്റവും രസകരമായിട്ട് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ ഇതാണ്. എങ്ങനെ, അപ്പോൾ നമ്മൾ ചോദിക്കും എങ്ങനെയാണ് ഫീമെയിൽ ഏറ്റവും നല്ല ബുള്ളിനെ സെലക്ട് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ? അപ്പോൾ പല ഇത് വെച്ചിട്ടുണ്ടോ. ഒന്ന് പറഞ്ഞാൽ ബോഡി സൈസ്, ഹ്യൂജ് ബോഡി സൈസ്, തലക്കനം, നമ്മൾ ഈ പറയുന്ന ഈ സൗന്ദര്യ ലക്ഷണങ്ങളെല്ലാം പറയുന്ന അത്. വീണ്ടി ടസ്ക്. ഓക്കെ, ഇതിൽ കൊമ്പ് ഒരു ഇതായിട്ട് ഹൈപ്പോത്തസിസ് ആണ്, സുകുമാരൊക്കെ ഒരു ഹൈപ്പോത്തസിസ് ആണ്. പക്ഷെ ഇതിന് ഉപോത്ബലകമായിട്ട് പറയുന്ന ഒരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡിക്യാപ്പ് ഹൈപ്പോത്തസിസ് എന്ന് പറയും. ഹാൻഡിക്യാപ്പ്. ഓക്കെ, അത് ഹാമിൽട്ടൺ സൂക്ക് എന്ന് പറഞ്ഞ 2 സയൻറ്റിസ്റ്റുകൾ ഉണ്ടാക്കിയ ഒരു കൺസെപ്റ്റാണ്. സെക്ഷൽ സെലക്ഷൻ്റെ ഒരു ഭാഗമാണ് ഹാൻഡിക്യാപ്പ്. ഇത് ഹൈപ്പോത്തസിസ് വളരെ സിമ്പിളായിട്ട് പറയാണ്. ഇമാജിൻ മയിൽ. ഓക്കെ, അറിയാലോ, ഫീമെയിൽ എന്ന് പറഞ്ഞാൽ വലിയ ഭംഗിയൊന്നുമില്ല, വാലൊന്നുമില്ല. മെയിൽ നോക്കുക, വലിയ വിശറിവുള്ള വാലുണ്ട്. അപ്പോൾ അവൻ മേറ്റിംഗ് സമയത്ത് ഇത് കംപ്ലീറ്റ് വിശറി വെക്കുന്നു, കാണിക്കുന്നു. ഫീമെയിൽ നോക്കൂ, സി ഐ ആം ബ്യൂട്ടിഫുൾ. അപ്പം ഫീമെയിൽ ഇത് കണ്ടിട്ട് അട്രാക്റ്റഡ് ആവുന്നു. പക്ഷെ ഇതിൽ വേറെ വശമുണ്ട്. ഈ വലിയ ഫാൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവാണ്. ഒരു ടൈഗറിന് എപ്പോൾ വേണേൽ സ്റ്റെപ്പ് ഓൺ ചെയ്യാം, ടേക്ക് ഓഫ് ചെയ്യാൻ ടൈം എടുക്കും. വലിയ വാലുള്ളതിന് ടേക്ക് ഓഫ് ചെയ്യാൻ ടൈം എടുക്കും, പറക്കാൻ സമയം എടുക്കും. ഈസി ആയിട്ട് പ്രിഡേറ്റഡ് ആവും. വാലിൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച്, ഫീമെയിലിനെ അട്രാക്ട് ചെയ്യുന്നതനുസരിച്ച് ഈവൻ റിസ്കിൽ വരിക ചെയ്യും. അപ്പോൾ ഇത് കാണിക്കുന്നതോടെ, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഹാമിൽട്ടൺ സൂക്കിൻ്റെ ഹാൻഡിക്യാപ്പ് ഹൈപ്പോത്തസിസ് പറയുന്നത്. ഇത് പറയാണ്, സി ഐ ഹാവ് ദിസ് ഹാൻഡിക്യാപ്പ് ബട്ട് സ്റ്റിൽ ഐ എം സർവൈവിങ് ബിക്കോസ് മൈ എബിലിറ്റി, മൈ ജീൻസ് ആർ പെർഫെക്റ്റ്. ഓക്കെ, ഇതാണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറായിട്ട് പറയപ്പെടുന്നത്. ഇതുകൊണ്ടാണ് സെലക്ഷൻ വരുന്നത്. സോ കമ്മിങ് ടു ദ പോയിന്റ്, ഇതാണ് ആക്ച്വലി നടക്കുന്ന സെലക്ഷൻ പ്രോസസ്സ്. അപ്പോൾ ഇതിപ്പോൾ ഫീമെയിൽ ആണ് ഇതിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് മെയിൽസിൻ്റെ കേസ്. അപ്പം അങ്ങനെ ഒരു ഫാമിലി ബോണ്ട് ഇല്ല. ഓക്കെ, റൈറ്റ്. മസ്തിന്റെ കാര്യത്തിൽ ഒരു സംശയം കൂടി. മസ്ത് എലിഫന്റ്സിന് മാത്രമുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ല. മാനുകൾക്കുണ്ട്. റട്ട് എന്ന് പറയും മാനുകൾ. ഇവിടെ ഒരു ഗ്ലാൻഡ് ഉണ്ടാവും, സാമ്പഡിയറിനൊക്കെ. ഓക്കെ, ആ സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് കരയും, ഹൂട്ടിങ് സൗണ്ട് ഉണ്ടാക്കും. ഓക്കെ, ഹോർമോണൽ ഇതുണ്ടാവും. ഈ മെയിൽ തമ്മിൽ ഫൈറ്റ് ചെയ്യും, ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യും. മാനുകൾ കൊമ്പ് കുലുക്കി, ചിലപ്പോൾ കൊമ്പ് ലോക്ക് ചെയ്ത് പോകും ഇതുകൾ. അങ്ങനെ ഇൻഫൈറ്റ് ഉണ്ടാവും. റെഡ് സീസൺ, മെയിൽ ടു മെയിൽ കോമ്പറ്റീഷൻ വരുന്നു, അയാൾ ഇതാവുന്നു, സക്സസ്ഫുൾ ആവുന്നു, വരുന്നു. അപ്പം എസ്പെഷ്യലി ഈ സെലക്ഷൻ പ്രോസസ്സിൽ, അതായത് ഫീമെയിൽ സെലക്ഷൻ പ്രോസസ്സിൽ പലപ്പോഴും ഈ പ്രോസസ്സ് കാണും. ഓക്കെ, നമുക്കിനി കോൺഫ്ലിക്റ്റിലേക്ക് തിരിച്ചു വരാം. കാരണം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായി ഇത് ഒന്ന് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. പിന്നെ നാട്ടിലിറങ്ങുന്ന ഒരു പ്രവണത ഭയങ്കരമായി കൂടുന്നുമുണ്ട്. അതിന് ഒരുപക്ഷെ താങ്കൾ ഈ പറഞ്ഞ റീസൺ ഉണ്ടാകും. കാരണം പലപ്പോഴും ഫ്രാഗ്മെന്റേഷൻ കൊണ്ടായിരിക്കും. പക്ഷെ കൂടുതലായി മനുഷ്യരെ ആക്രമിക്കുക, മുൻപ് മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ നമ്പർ ഓഫ് ഇൻസിഡൻസ് കൂടുന്നുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്നത് കൂടുന്നുണ്ട്. യെസ്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ തന്നെ കോൺഫ്ലിക്റ്റ് പ്രൊഫൈൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് റീസൺ നമ്മൾ ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന്, ചില ആനിമൽസ് അതിൻ്റെ എക്കോളജിക്കലായിട്ട് തന്നെ കോൺഫ്ലിക്റ്റ് ആനിമൽസാണ്. നമ്മളതിന് എഡ്ജ് സ്പീഷീസ് എന്ന് പറയും. അപ്പോൾ ആലോചിക്കുക, ഒരു കാട് ആലോചിക്കുക. നമ്മൾ മിക്കതും എവർഗ്രീൻ ഫോറസ്റ്റാണ് സെൻറ്റേർഡ് ആയിട്ട് നിൽക്കുന്നത്. ഒരു കാടിന് ഒരു കോർ ഉണ്ടാവും. ഓക്കെ, അതൊരു നല്ലൊരു ഫോറസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഇതിങ്ങനെ വന്നിട്ട് ഒരു എഡ്ജിലേക്ക് വരും. എഡ്ജിലാണ് പലപ്പോഴും നമ്മൾ മനുഷ്യന്മാരെ കൃഷി ഒക്കെ ഉണ്ടാവുക. ഈ എഡ്ജിൽ ഏറ്റവും ഫലഭൂയിഷ്ടമായിരിക്കും. ഓക്കെ, കാടിനകത്ത് പലപ്പോഴും ആനിമൽസിന് തിക്ക് ഫോറസ്റ്റിൽ ശരിക്കും ആനിമൽസിൻ്റെ ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെർബിവോഴ്സിനെ കാണാം. അത്ര ഹെർബിവോഴ്സിൽ നിങ്ങൾക്ക് പെരിയാർ ടൈഗർ റിസർവിൽ കാണാൻ പറ്റില്ല. കാരണം പെരിയാർ ടൈഗർ തിക്ക് എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. അതായത് വയനാട് എന്ന് പറഞ്ഞാൽ മോയിസ് ഡെസിഡുവസ്, ഡ്രൈ ഡെസിഡുവസ് അവിടെയാണ്. അവിടെ കൂടുതൽ ആനിമലിനെ
ഇത് ചെയ്യാൻ പറ്റും. അതിങ്ങനെ എഡ്ജിലേക്ക് വരുമ്പോൾ ചില സ്പീഷീസ് ഈ എഡ്ജ് താല്പര്യപ്പെടുന്ന സ്പീഷീസാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ സ്പോട്ടഡ് ഡിയർ എഡ് സ്പീഷീസാണ്. ഓക്കെ, നമ്മൾ പുള്ളിമാൻ എന്ന് പറയുന്ന സംഭവം. എലഫൻസ് ഒരു പരിധിവരെ എഡ് സ്പീഷീസാണ്. അവിടെ നിന്ന് ലഷ് ഗ്രോത്ത് ഉണ്ടാവും, കാരണം നല്ല മരങ്ങൾ കുറവായിരിക്കും, ന്യൂട്രിയൻസ് ഉണ്ടാവും, ഭയങ്കരമായിട്ട് ഷബ്സും അത് പൊതുവെ അത്രയും ഇതുണ്ടാവില്ല. നിങ്ങൾ എവർഗ്രീൻ ഫോറസ്റ്റ് പോയി കഴിഞ്ഞാൽ അണ്ടർ ഗ്രോത്ത് വളരെ കുറവായിരിക്കും, കാരണം ഇത് കംപ്ലീറ്റ് കനോപ്പി കവർ ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ അങ്ങനെയല്ല. മാത്രമല്ല ഇതിൻ്റെ സീപ്പേജ് എല്ലാം വന്നു കഴിഞ്ഞാലും ഭയങ്കരമായിട്ട്, എസ്പെഷ്യലി C4 പ്ലാന്റ്സ് ഭയങ്കരമായിട്ട് വളരും. അവിടേക്ക് പ്രിഫർ ചെയ്യുന്ന ആനിമൽസ് ഉണ്ട്. ഇത് നാച്ചുറലായിട്ട് ഇവർ ആ ഏരിയയാണ് ഒക്യുപ്പൈ ചെയ്യുക. അതിന് തൊട്ടടുത്താണ് എന്താ കൃഷി നടക്കുക. ഓക്കെ, ആ കൃഷി നടക്കുമ്പോൾ എന്താ സംഭവിക്കുക, പെട്ടെന്ന് ഇത് കൃഷിയിലേക്ക് അട്രാക്റ്റഡ് ആവും. അങ്ങനെ ക്ലാസിക്കൽ ഒരു എക്സാമ്പിൾ ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു സ്റ്റാഫ് മരിച്ചു പോയിട്ട് ഒരു എലഫൻ്റ് അറ്റാക്കിൽ, ഹുസൈൻ എന്ന് പറഞ്ഞിട്ട് പാലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് തൃശ്ശൂർ. ഓക്കെ, അവിടെ ഹാരിസൺ ഇപ്പുറത്തെ കാട് നടുക്ക് ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ ആണെന്ന് തോന്നുന്നു, അവരുടെ റബ്ബർ എസ്റ്റേറ്റാണ്, വലിയൊരു റബ്ബർ എസ്റ്റേറ്റാണ് ഇപ്പുറത്തെ നാട്. ഓക്കെ, ഈ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 10-20 വർഷമായിട്ട് കേസ് കിടക്കുമായിരുന്നു. അപ്പോൾ ഇത് സ്ലോട്ടർ ഒന്നും ചെയ്യാണ്ട് അങ്ങനെ നിന്ന് ആക്ച്വലി ഇതൊരു ബഫറായിട്ട് വർക്ക് ചെയ്യാം, ആനിമലിൻ്റെ ഒരു ബഫറായിരുന്നു. കോടതി ഈ കേസ് അനുകൂലമായിട്ട് അവർക്ക് അനുകൂലമായിട്ട് വിളിച്ചു. അവരത് മൊത്തം സ്ലോട്ടർ ചെയ്തു, വെട്ടിക്കളഞ്ഞു എന്താ ഫ്രഷ് ഇത് ഈ എഡ്ജാണ് വരുന്നത്, പുല്ല് അങ്ങോട്ട് വളർന്നു, ആനിമൽസ് എലിഫൻസ് കംപ്ലീറ്റ് ഇവിടേക്ക് വന്നു. പിന്നെ ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ നാടായി. ദീസ് ആർ ദ ഇംപ്ലിക്കേഷൻസ്, എക്സ്പീരിയൻസിൻ്റെ ഇംപ്ലിക്കേഷൻസ്. അവിടെ നമ്മൾ കെയർഫുൾ ആയിട്ട് നമ്മളിതിന് മിറ്റിഗേഷൻ നമ്മൾ ഇത് ചെയ്യണമെന്നുണ്ട്. ഇത് നടന്ന സംഭവമാണ്, ഒരു 2-3 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ സ്റ്റാഫ് ആന കൊല്ലുന്നത്, ഹുസൈൻ എന്ന് പറഞ്ഞിട്ട്. സോ അപ്പോൾ അതൊരു പോയിന്റ്. അത് ആനിമലിൻ്റെ ആട്രിബ്യൂട്ടാണത്. ഓക്കെ, ബിഹേവിയറാണ് അതിൻ്റെ മുകളിലത്. മങ്കീസിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ജോയിൻ സമയത്ത് ഒരുപാട് ട്രൂപ്പുകൾ കാട്ടിനകത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഒരൊറ്റ ട്രൂപ്പില്ല. എല്ലാം നഗരങ്ങളിലേക്ക് വരുന്നു, കൃഷിയിടങ്ങളിലേക്ക് വരുന്നു, അഡാപ്റ്റ് ചെയ്യുന്നു. നഗരങ്ങളിൽ ജനറേഷൻസ് ആയിട്ട് ജീവിക്കുന്ന മങ്കികളുണ്ട്, അർബൻ മങ്കീസ്. ഓക്കെ, അവർക്കൊരു ഇല പറിക്കാൻ പോലും അറിയത്തില്ല. ദേ നോ ഹൗ ടു സ്റ്റീൽ ഇറ്റ്, ദേ നോ ഹൗ ടു ബെഗ്, ദേ നോ ഹൗ ടു സ്കാവഞ്ച്. അവരുടെ ഫുഡ് ഹാബിറ്റ്സും ടോട്ടലി മാറിയിട്ടുണ്ട്. ഈവൻ ഡയബറ്റീസ് ഈസ് ദർ ഇൻ മങ്കീസ്. സോ അത് മൊത്തം സിറ്റുവേഷൻ മാറുകയാണ്. അതൊരു അഡാപ്റ്റബിലിറ്റിയാണ്. ഓക്കെ, കാരണം നിങ്ങൾ കാട്ടിനകത്ത് പ്രിഡേറ്റ് ചെയ്യപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തിൽ പുല്ല് മറ്റേ ഇലയും തിന്ന് നിൽക്കുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് ന്യൂട്രീഷ്യസ് ടേസ്റ്റി ഫുഡ് ഇവിടെ കിട്ടുവാണെങ്കിൽ ഈ അഡാപ്റ്റ്സ്. കാട്ടിലെ ആനിമൽസ് എല്ലാം ഫ്രിഞ്ചിലേക്ക് വന്നു. ഇവിടെ വേറൊരു അർബൻ സൊസൈറ്റി തന്നെ ഫോം ചെയ്തു. അതിൻ്റെ 3, 5, 8 ജനറേഷൻസ് കഴിഞ്ഞു. 5, 8 ഒന്നും അല്ല കേട്ടോ, അതിനെക്കാളും കൂടുതൽ. ആൻഡ് ദേ ഡോണ്ട് നോ ഹൗ ടു ലീവ് ഇൻ ദ വൈൽഡ് ലൈഫ്. അങ്ങനെ ഒരുപാട് ഫോൾട്ടുകൾ നമുക്ക് പറ്റിയിട്ടുണ്ട്. 10-3000 കുരങ്ങന്മാരെ നാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് കാട്ടിലിട്ടു, എല്ലാം കൂടി തിരിച്ചു വന്നു. കൈസിൻ്റെ ഫോറസ്റ്റ് ഡിസീസുമായിട്ട് വന്ന് 150 പേര് ഹോസ്പിറ്റലൈസ്ഡായി, 15 പേര് മരിച്ചുപോയി. ഓക്കെ, സോ അങ്ങനത്തെ ഒരു ആട്രിബ്യൂട്ട്. സോ ദിസ് ഇസ് സം ആനിമൽസ്. പക്ഷേ ടൈഗർ പലപ്പോഴും അങ്ങനെയല്ല. ടൈഗർ നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ടൈഗർ എഡ് സ്പീഷീസ് ആണോ കോർ സ്പീഷീസ് ആണോ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ സ്റ്റഡി ചെയ്ത് നോക്കിയ സമയത്ത് ടൈഗറിന് നമ്മൾ എന്താ ചെയ്തതെന്നാൽ, നമ്മൾ എൻ്റെ ഒരു 150ഓളം ടൈഗറിൻ്റെ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഫീക്കൽ സാമ്പിൾ ഇത് കാഷ്ടം കളക്ട് ചെയ്തു. എൻ്റെ സ്റ്റുഡൻ്റ് വർക്കായിരുന്നു, MSc വർക്കായിരുന്നു. എന്നിട്ട് ഓരോ ഹെയറും നമുക്ക് ഒരു സിഗ്നേച്ചർ ഉണ്ട്, നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് പോലെ തന്നെ നമ്മുടെ സ്പീഷീസ് സിഗ്നേച്ചർ ഉണ്ട്. അത് മൈക്രോസ്കോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ഇതും പുറത്തേയും ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്പീഷീസ് അറിയാം. ഒരു ഹെയർ കിട്ടിക്കഴിഞ്ഞാൽ ഏതും ചെയ്യാൻ അറിയാം. അങ്ങനെ ചെയ്ത സമയത്ത് നമ്മൾ ഇത്രയും എടുത്ത സമയത്ത് നമ്മൾ അറിയാം. അപ്പോൾ തിന്നുന്നാണല്ലോ വരിക, അപ്പോൾ ആ ഭക്ഷണം കഴിക്കുന്നതാണല്ലോ വരിക. അപ്പോൾ അത് പ്രൊഫൈൽ നമുക്ക് വേണ്ടത് ടൈഗർ ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് കാട്ടുപോത്തിനെ. ഓക്കെ, കാട്ടുപോത്ത് പലപ്പോഴും കോർ സ്പീഷീസാണ്. അപൂർവമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്, ഇല്ലയെന്ന് പറഞ്ഞില്ല, ഫ്രാഗ്മെൻറ്റഡ് ഏരിയയിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ പൊതുവേ കാട്ടുപോത്തിൻ്റെ കോൺഫ്ലിക്റ്റ് വളരെ കുറവാണ്. ഓക്കെ, അൺലെസ് ആൻഡ് അണ്ടിൽ അത് എത്രയും ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് ഇത്രയും ആൾക്കാർ കയറുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ കോർ സ്പീഷീസിനകത്ത് നിന്ന് ദെൻ രണ്ടാമത് വരുന്നത് സാമ്പഡിയറാണ്. സാമ്പഡിയർ അഗെയിൻ കോറിലാണ് നിൽക്കുക. ഇത് നമ്മളെ വലിയ മാനിലെ സാമ്പഡിയർ. സോ കോറിലാണ് നിൽക്കുക. ദെൻ പിന്നെ വരുന്നതാണ് ലാസ്റ്റ് വരുന്നതാണ് സ്പോട്ടഡ് ഡിയർ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബയോമാസ് ഉള്ളത് സ്പോട്ടഡ് ഡിയറാണ്. പക്ഷെ അത് എഡ്ജിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ടൈഗർ പലപ്പോഴും കോർ സ്പീഷീസാണ്. അപ്പം അങ്ങനത്തെ ഒരു ആട്രിബ്യൂട്ടാണ്. രണ്ടാമത്തേത് ഇപ്പം നമുക്കിന്ന് ഇങ്ങനെ ഓരോന്നുണ്ട്. എക്കോളജിക്കലായിട്ട് പറയാം, സോഷ്യോളജിക്കലായിട്ട് പറയാം, എക്കണോമിക്കലായിട്ട് പറയാം. ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും കോൺഫ്ലിക്റ്റിൻ്റെ യഥാർത്ഥ റീസൺ. രണ്ടാമത്തേത് എക്കണോമിക്കലായിട്ടുള്ള ഇത്. കാരണം നമ്മളുടെ പല ക്രോപ്സിൻ്റെയും പ്രൈസ് പോയി. ഓക്കെ, അത് സോഷ്യലായിട്ട് വേറെയുണ്ട്. പണ്ടുണ്ടായിരുന്ന വയനാട്ടിലെ കൃഷിയല്ല ഇപ്പോൾ ഉള്ളത്. ഓക്കെ, വയനാട്ടിലെ പണ്ട് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന, മില്ലറ്റ് അങ്ങനെയുള്ള സാധനങ്ങളാണ്.
ലെസ് അട്രാക്റ്റീവ് ടു എലിഫൻ്റാണ്. ഓക്കെ, അവിടെ നിന്ന് മാറി ഒരു ക്യാഷ് ക്രോപ്പിലേക്ക് വാഴ വ്യാപകമായിട്ട് വരാൻ വേണ്ടി തുടങ്ങി. പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുന്ന സംഭവമാണ്. ഓക്കെ, ഇതിനെക്കാട്ടും വലിയൊരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വയനാടിന് ചുറ്റും, വയനാട് ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാണ്, വയനാടിന് ചുറ്റും ഒരുപാട് വലിയ വലിയ എസ്റ്റേറ്റ്സ് ഉണ്ട്. റബ്ബർ പ്ലാന്റേഷൻസ് ഉണ്ട്, കോഫി പ്ലാന്റേഷൻസ് ഉണ്ട്, ടീ പ്ലാന്റേഷൻസ് ഉണ്ട്. ഓക്കെ, ടീയിൽ പിന്നെ ഇതില്ല നിൽക്കുക. കോഫി പ്ലാന്റേഷന് മരമില്ലാണ്ട് കോഫിക്ക് നിൽക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ കോഫി പ്ലാന്റേഷനിൽ എപ്പോഴും മരമുണ്ടാവും. റൈറ്റ്. അപ്പോൾ എന്താ പക്ഷേ ഇതിന് വില കുറഞ്ഞോടെ ഈ എസ്റ്റേറ്റ്, അത് ചില്ലറ എസ്റ്റേറ്റുകളല്ല. പാമ്പ്ര എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞാലും മറ്റേ ബീനാച്ചി എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞാലും വലിയ എസ്റ്റേറ്റുകളാണ്. 600-700 ഏക്കറുള്ള എസ്റ്റേറ്റുകളാണ്. ഇവരെന്ത് ചെയ്തു? കൃഷി നിർത്തി. അപ്പം തൊഴിലാളിക്ക് പണി പോയിന്ന് മാത്രമല്ല, കൃഷി നിർത്തിയപ്പോൾ കാട് വളരാൻ തുടങ്ങി. ആനിമൽസ് അങ്ങോട്ട് എൻക്രോച്ച് ചെയ്യാൻ തുടങ്ങി. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതൊരു എക്കണോമിക്കൽ പ്രോബ്ലമാണ്. അതാണ് ഡ്രൈവ് ചെയ്യുന്നത് ഈ കോൺഫ്ലിക്റ്റിലേക്ക്. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു ടൈഗറിൻ്റെ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഒരു 60% വേറെ ടൈഗർ കൊന്ന് തിന്നുക ചെയ്യുക കുഞ്ഞ്. ഒരു 2 വയസ്സാകുമ്പോഴാണ് ഇത് തള്ളേന്ന് മാറുന്നത്. വീനിങ് എന്ന് പറയും. ഓക്കെ, തള്ളേന്ന് മാറിയ ഇയാൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടക്കുക ചെയ്യുക. ചുറ്റും വലിയ വലിയ ടൈഗേഴ്സിൻ്റെ ടെറിട്ടറി ഉണ്ട്. ടൈഗറിന് ടെറിട്ടറി ഉണ്ട്, ഒരു ഏരിയ ഉണ്ടാവും. ഈ ടെറിട്ടറിയിലേക്ക് ഇയാൾ കയറുമ്പോൾ മറ്റേ ഫൈറ്റ് ചെയ്യും, കൊല്ലും, തിന്നും. ഓക്കെ, അപ്പോൾ പലപ്പോഴും ഇത് സ്നീക്ക് ചെയ്ത് പോവുക ചെയ്യാം. അപ്പോഴാണ് ഇങ്ങനത്തെ അബാൻഡൻഡ് എസ്റ്റേറ്റ്സ് കാണുന്നത്. നേരെ അങ്ങോട്ട് കയറും ഈ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഈ അബാൻഡൻഡ് എസ്റ്റേറ്റ് എന്ത് ചെയ്യും? നമ്മൾ ആൾക്കാർ തൊട്ടപ്പുറത്ത് മനുഷ്യന്മാർ ജീവിക്കാൻ അവർ പലപ്പോഴും പശുക്കളെ കൊണ്ട് കിട്ടും, ഇല്ല ആടിനെ കൊണ്ട് കിട്ടും. കാരണം പുല്ലല്ലേ ഇഷ്ടം പോലെ ഉള്ളത്. അവിടെ വരുമ്പോൾ ഒരു അറ്റാക്ക് ഉണ്ടാവുന്നു, ഹാബിറ്റായി മാറുന്നു, അതൊരു കോൺഫ്ലിക്റ്റ് ആനിമലായിട്ട് മാറുന്നു. അപ്പം അത് മാത്രമല്ല, ഇപ്പം മദേഴ്സ് പോലും ഇങ്ങനത്തെ ഏരിയയിലേക്ക് വന്നിട്ട് പ്രസവിക്കുകയും അവിടെ സെറ്റിൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊരു കോൺഫ്ലിക്റ്റ് ആനിമലായിട്ട് മാറുന്നുണ്ട്. അപ്പം ഇതൊരു എക്കണോമിക് സൈഡാണ് ഈ കോൺഫ്ലിക്റ്റിനെ ഡ്രൈവ് ചെയ്യുന്നത്. സോഷ്യൽ സൈഡ്, ഓക്കെ, ഞാൻ പറഞ്ഞ പേഴ്സ്പെക്റ്റീവിൻ്റെ സൈഡ്, ആൾക്കാരുടേത്. ഞാൻ പറഞ്ഞില്ല, പണ്ടുള്ള സമൂഹമായിട്ട് മാറുമ്പം നമ്മളുടെ എന്താ പറയുക, ടോളറൻസ് കുറഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് എവിഡൻ്റ് ആണല്ലോ, എല്ലാ സ്ഥലങ്ങളും എവിഡൻ്റ് ആണ്. അവർ പഴയ ആൾക്കാർ കാണുന്ന, ഇല്ലെങ്കിൽ പഴയ നേറ്റീവ് പീപ്പിൾ കാണുന്ന രീതിയിലല്ല കോൺഫ്ലിക്റ്റ് നമ്മളെ പുതിയ ജനറേഷൻ കാണുന്നത്. ഓക്കെ, അതിലുള്ള പ്രശ്നങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഉള്ള എന്താ പറയുക, മൊബൈൽ ഫോണിൻ്റെ പ്രശ്നങ്ങൾ. ഓക്കെ, നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുകയാണ് ഈ പ്രശ്നം. എന്താ ഉദ്ദേശിച്ചത്? അപ്പം നിങ്ങളൊരു ഒരു 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 ഞാൻ വളരെ ലളിതമായിട്ട് ഞാൻ ന്യൂസുകൾ കാണുന്നു. വയനാട് വലിയ സാഹചര്യത്തിൽ പല റോഡുകളുണ്ട്. ഓക്കെ, കാട്ടിനുള്ളിൽ കൂടെ പോകുന്ന റോഡുകൾ. ഒരു കടുവയായിരിക്കും പോകുന്നത്, അയാൾക്ക് ഇപ്പം എല്ലാവർക്കും അക്സസിബിലിറ്റി ഉണ്ട്, റെക്കോർഡിങ് അക്സസിബിലിറ്റി ഉണ്ട്. ഒരു കടുവ ക്രോസ് ചെയ്യായിരിക്കും ഇതറിഞ്ഞു. പിറ്റേന്ന് വരുന്ന കടുവ ഇറങ്ങി അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിൽക്കുന്ന ഒരു ആനിമലാണ്. ഓക്കെ, പുൽപ്പള്ളി ബത്തേരി റോഡിൽ കടുവ ഇറങ്ങി, കാട്ടിനുള്ളിൽ കൂടെ പോകുന്ന റോഡാണ്. റൈറ്റ്. സോ ഈ പെർസിവറൻസ് ഇപ്പം അത് നിങ്ങൾക്ക് അത് നിങ്ങൾ മീഡിയയോട് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പ്രശ്നം വരെ എനിക്കറിയാം. ക്രൂരനായ കടുവ, മറ്റേ ഇതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹൈലൈറ്റ്, നരഭോജിയായ കടുവ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. എന്താണ് നരഭോജി എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻസ് ഉണ്ട്, നമുക്ക് അറിയാൻ ചെയ്യാം അതെങ്ങനെയാണ് നരഭോജിയാവുന്നതെന്നറിയാം. അപ്പം അങ്ങനെയുള്ളൊരു ഒരു 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 പ്രശ്നം കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലുള്ള പ്രശ്നം. അപ്പം നമ്മൾ എന്തിനാണ് ഈ കാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമുക്ക് തിരുവനന്തപുരം നഗരത്തിൽ നിൽക്കുന്നു, നമ്മളൊരു AC യിൽ നിൽക്കുന്നു, ലൈറ്റ് ഉണ്ട്, ഇതൊക്കെ എവിടുന്നാണ് വരുന്നത്? അതൊക്കെ വരുന്നത് കാട്ടിൽ നിന്ന്. നമുക്ക് ഹിമാലയത്തിൽ പോലെ ഐസ് ഉരുകിയിട്ട് വരുന്ന വെള്ളമല്ല. ഓക്കെ, വലിയ മഴ പെയ്യുന്നു, ഈ കാർഡ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു നാച്ചുറലായിട്ട്. മഴ കഴിയുന്നു, അവിടുന്ന് ട്രിക്കിൾ ചെയ്ത് താഴെ ഒരു വലിയൊരു ബെഡാണ് ഉണ്ടാവുക. ഓക്കെ, ഈ ഇലയടിഞ്ഞും ഇതുണ്ടാകുന്ന നാച്ചുറൽ ഇറ്റ് സ്റ്റോർസ് വാട്ടർ. അത് ട്രിക്കിൾ ചെയ്ത് ചെറിയ ഇതായിട്ട് ചെറിയ റിവലറ്റായിട്ട്, സ്ട്രീംസ് ആയിട്ട്, പുഴയായിട്ട് വരികയാണ്. അത് നമ്മൾ ഡാം ഉണ്ടാക്കുന്നു, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു, നമ്മൾ ഉപയോഗിക്കുന്നു, വെള്ളം എടുക്കുന്നു, ഇറിഗേഷൻ എടുക്കുന്നു, കുടിക്കാൻ എടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നേച്ചർ സർവീസസ് ആണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആനിമൽസ് നേരത്തെ പറഞ്ഞതുപോലെ how they change their behavior because of the man animal conflict. അപ്പോൾ അവർ ഗ്രൂപ്പ്സ് ഉണ്ടാക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട് അവർ. See what will happen next, അതിനെപ്പറ്റി എന്തെങ്കിലും സ്റ്റഡി ചെയ്തിട്ടുണ്ടോ? ലൈക്ക് because it's an evolutionary process with the survival of the fittest. They are also preparing to fight. What is happening to them. So what next? See, ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞതിന് ഒരു റോങ് നോഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ചാൾസ് ഡാർവിൻ ഉപയോഗിച്ചാണ്. സർവൈവൽ ഫിറ്റ്നസ് മാത്രമല്ല അതിനകത്ത് കോപ്പറേറ്റീവായിട്ട് നിൽക്കുന്ന ഇത്. ഫോർ എക്സാമ്പിൾ അൾട്രൂയിസം അറിയാമല്ലോ.
യു നോ വാട്ട് ഇസ് അൾട്രൂയിസം. ഓക്കെ, അൾട്രൂയിസം ഏറ്റവും കൂടുതൽ ഇപ്പോൾ എലഫൻസിൽ അൾട്രൂയിസം ഉണ്ട്. ഓക്കെ, എലഫൻറ്റിൽ അൾട്രൂയിസം എന്ന് പറഞ്ഞാൽ ഒരു 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 ആനയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവുന്നു, അതിന് ബാക്കി എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് അൾട്രൂയിസ്റ്റിക് ബിഹേവിയർ. ഞാൻ സർപ്രൈസ് ആയിട്ടുണ്ട്. എനിക്കൊരു ഒരു എലഫൻറ്റ് ഒരു സിക്കായിട്ട് ഡെഡായി അതിൻ്റെ കാഫ് നിൽക്കുകയാണ്, ലൈവായിട്ട് നിൽക്കുകയാണ് എൻ്റെ കൂടെ. ഒരു ഇത് സക്കിൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ ട്രീറ്റ് ചെയ്ത് രക്ഷപ്പെടുത്താൻ നോക്കേണ്ടതാണ്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ പോയി. ഈ കാഫ് ഫ്രാൻറ്റിക്കായിട്ട് നടക്കുകയാണ് ഇതിന് ചുറ്റും കുഞ്ഞിനെ. ഞങ്ങൾക്കിത് പോസ്റ്റ്മോർട്ടം ചെയ്തേ പറ്റൂ. ലാസ്റ്റ് ഞങ്ങൾ കാഫിനെ മൈൽഡായിട്ട് സെഡേറ്റ് ചെയ്ത് ഞങ്ങൾ മാറ്റി ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു. ഞങ്ങൾ ഇതിന് എന്ത് ചെയ്യണം, ക്യാമ്പിലേക്ക് കൊണ്ടുപോകണോ അതോ അങ്ങനെ ഞങ്ങൾ 2 ദിവസം ഞങ്ങൾ അതിന് മിൽക്കൊക്കെ ഫീഡൊക്കെ ചെയ്ത് അത് ഞങ്ങളൊരു ഹേർഡിന് മെല്ലെ അപ്രോച്ച് ചെയ്തു. ഒരു മദർ അതിനെ അക്സെപ്റ്റ് ചെയ്തു. സറഗേഷ് നോർമലാണ്. അപ്പം ഞാൻ എൻ്റെ ക്യാമ്പിലുണ്ടായിരുന്നു ഒരു 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 ഫീമെയിൽ എലഫൻറ്റ് ഉണ്ടായിരുന്നു. സോ ബ്യൂട്ടിഫുൾ എലഫൻറ്റ് ദാറ്റ് ഫീമെയിൽ. ഞങ്ങൾക്ക് അബാൻഡൻ കാഫ്സിനെ കിട്ടും ഏത് കാട്ടിൽ. പല റീസൺസ് ഉണ്ട് അബാൻഡനിങ്. ഇഫ് യു വാണ്ട് വിൽ ടെൽ. സോ ഈ അബാൻഡൻ കാഫ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ടൗണിലേക്ക് ഇറങ്ങും, അവിടെ കറങ്ങി ഇറങ്ങും, നമ്മൾ പിടിച്ചുകൊണ്ട് വരും. പിന്നെ ഒരു ഹെഡേക്കാണ് നമുക്ക്. പിന്നെ 24/7 ആണ് നമ്മൾ ആ കാഫിനെ നോക്കേണ്ടത്, കുഞ്ഞുങ്ങളെ നോക്കണം. നമ്മൾ അതിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങണം, ഫോസ്റ്റർ ചെയ്യണം. അപ്പോൾ പലപ്പോഴും ഞാൻ ഈ ഫീമെയിലിൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവളിത് അക്സെപ്റ്റ് ചെയ്യും. ഭയങ്കര ഒരു ക്വാളിറ്റിയുള്ള ഒരു ശരിക്കൊരു മെട്രിയാക്കായിരുന്നു ആ ഫീമെയിൽ. മച്ചുപോയി. അങ്ങനെയുള്ള സംഭവമുണ്ട്. സോ ദാറ്റ് ഈസ് അൾട്രൂയിസം. ഓക്കെ, ഈ അൾട്രൂയിസ്റ്റ് ബിഹേവിയറിൻ്റെ ഏറ്റവും അപ്പുറത്തെ അൾട്രൂയിസം ഏതിലാണ് കാണുന്നതെന്ന് അറിയാം? പറയാൻ പറ്റുമോ? ഉറുമ്പിലാണ്. അവൻ്റെ സെക്സ് അടക്കം കളയാണ് കംപ്ലീറ്റ്. ഓക്കെ, ഉറുമ്പിൽ 3 എണ്ണം ഉള്ളത്. പണിക്കാരനുണ്ട്, മെയിലുണ്ട്, ക്വീനുണ്ട്, ഫീമെയിലുണ്ട്. ക്വീൻ്റെ പരിപാടി പ്രസവിക്കാമെന്ന് മാത്രമാണ്. മെയിൽസിൻ്റെത് മെയ്റ്റ് ചെയ്യാമെന്ന് മാത്രമാണ്. ഈ പണിക്കാരനാണ് ഇത് കംപ്ലീറ്റ് ഉണ്ടാകുന്നത്. പണിക്കാരന് ഇതിനകത്ത് യാതൊരു റീപ്രൊഡക്റ്റീവ് റോളും ഇല്ല. അവൻ്റെ സെക്ഷൽ ബിഹേവിയറും അനാറ്റമി എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ ഈ ഈ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കംപ്ലീറ്റ് അവൻ്റെ ലൈഫ് ഡെഡിക്കേറ്റ്. ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് അൾട്രൂയിസം. ഓക്കെ, സോ അൾട്രൂയിസം പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഫിറ്റസ്റ്റ് അല്ല ആണോ? സർവൈവൽ ഫിറ്റസ്റ്റ് അല്ല. ഓക്കെ, ഡാർവിനെ ടേം ഉപയോഗിച്ചാൽ അതിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. ഡാർവിൻ വേരിയേഷൻസ് ഉണ്ട്. അതിനാണ് അൾട്രൂയിസം എന്നൊക്കെ പറയുന്നത്. ലൈക്ക് വൈസ് ഈ ബിഹേവിയർ ഇപ്പോൾ കോപ്പറേറ്റിംഗ് ഇൻ എലഫൻസിൽ നമ്മൾ കാണുന്ന ഈ ബിഹേവിയർ ഈ കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് വ്യാപകമായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, So what I'm asking is what happens next? Yes, that's the dynamic thing. That's a quite dynamic thing. അതാണ് നമുക്ക് പറഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എവല്യൂഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഓക്കെ, അതിപ്പം ഫിനോട്ടിപ്പിക്, അതായത് നിങ്ങളുടെ രൂപമാറ്റത്തിൽ വരുന്നത് കുറച്ച് സമയം എടുക്കായിരിക്കും. ഇപ്പം നമ്മൾ ജീനോടൈപ്പിൽ വരുന്ന ചേഞ്ചസ്, ജെനറ്റിക്സിൽ വരുന്ന ചേഞ്ചസ്, കണ്ടംപററി എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു ശാഖ തന്നെ വന്നിട്ടുണ്ട്. ഈ എവറി മിനിറ്റ് നിങ്ങൾക്ക് മൈറ്റോസ് ഉണ്ടാവുന്നു, നിങ്ങൾ റീപ്രൊഡക്റ്റീവ് സെൽസിൽ വരുന്ന ചേഞ്ചസ്, ഇതെല്ലാം ചേഞ്ചസ് ഉണ്ടാക്കുകയാണ്. സോ എവല്യൂഷൻ ഈസ് ഹാപ്പനിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഓക്കെ, അതൊരു പണ്ട് നമ്മളെ കൺസെപ്റ്റിൽ എത്രയോ ബില്യൺ ഇയേഴ്സ് എടുത്ത് മില്യൺ ഇയേഴ്സ് എടുത്ത് നമ്മൾ മാറുന്നു എന്നുള്ളതല്ല. എവറി മൊമെന്റ് ഈസ് എവല്യൂഷൻ ഈസ് ഹാപ്പനിങ്. ഇറ്റ്സ് എ ന്യൂ കൺസെപ്റ്റ്. ഇറ്റ്സ് കോൾഡ് കണ്ടംപററി എവല്യൂഷൻ. ഇത് ബിഹേവിയറിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ബിഹേവിയറിൽ ഞങ്ങൾ കണ്ട എലഫൻസിൽ, കോൺഫ്ലിക്റ്റ് ആനിമൽസിലും ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഈ ഹേർഡിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഫ്രാഗ്മെൻറ്റേഷനാണ്. വലിയൊരു ശതമാനം ബുൾസും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹാബിച്വറ്റ് കോൺഫ്ലിക്റ്റ് ആനിമൽ എന്ന് പറയും. അവൻ്റെ ബിഹേവിയറാണ്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ശലഭം എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞില്ലേ, റീസെൻ്റ്ലി ഒരു സൗത്ത് ആഫ്രിക്കൻ പേപ്പർ വന്നിട്ട് ഒരു ബുള്ള് അതിൻ്റെ കുഞ്ഞിനുണ്ടാക്കണമെങ്കിൽ മിനിമം 50 years എടുക്കുന്ന പറയും. 50 വർഷം. ഓക്കെ, ആലോചിക്കുക, എലഫൻ്റ് വൈൽഡിൽ മാക്സിമം 70-75 അവൻ മാക്സിമം 70 ആകുമ്പോഴേക്ക് പല്ല് പോവും. അറിയാലോ, അത്ര സെറ്റ് പല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ആൾ തീർന്നു. അപ്പം വൈ ഇറ്റ് ഈസ് 50 years? ഇത്ര പ്രായത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ പറഞ്ഞ ഒരു അപ്പാപ്പനായിട്ടാണ് കുട്ടികൾ ഉണ്ടാവുന്നത് ആക്ച്വലി. ഇതെന്തുകൊണ്ട് തന്നെ ഈ സെലക്ഷൻ പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞില്ലേ, മെയിൽസ് മുട്ടി അപ്പോഴാണ് അവൻ യഥാർത്ഥ ഒരു ബുള്ളാവുന്നുള്ളൂ. ഓക്കെ, അപ്പോഴേ അവന് സെർവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഫീമെയിൽ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതേ സമയത്ത് വേറെ ബുൾസ് ഉണ്ട് അവിടെ. ഇത് കോമ്പറ്റ് ചെയ്ത് ആ ഏജ് സ്റ്റാൻഡേർഡ് എത്തിയാലേ ഇവന് പറ്റുള്ളൂ. ഓക്കെ, റൈറ്റ്, യു ഗെറ്റ് മീ? സോ ഇവിടെ വേറെ ഗ്രൂപ്പ് ഒരു 20-22 വയസ്സാകുമ്പം ഇയാൾ നേരെ കോൺഫ്ലിക്റ്റിലേക്ക് കയറുന്നു. ഓക്കെ, അവിടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, പലക്റ്റബിൾ ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നു. ബോഡി നിന്നതിപ്പോൾ ചെയ്യും. അതായത് കോൺഫ്ലിക്റ്റ് ആനിമൽ നിങ്ങൾ കാണണം, സുന്ദരന്മാരായിരിക്കും, നല്ല തടിച്ച് നല്ല ബോഡിയിലും നല്ലത്. ഈ 50 വരെ ഇവൻ അറ്റൈൻ ചെയ്യേണ്ട സാധനം വിതിൻ 10 years ഈ കോൺഫ്ലിക്റ്റ് ആനിമൽ അറ്റൈൻ ചെയ്യും. ഇൻക്രീസസ് ബോഡി,
ദിസ് ഇൻക്രീസ് മൊത്തം ഇത്, ആൻഡ് ഹി ഗോട്ട് എ ഈസി ചാൻസ് ഓഫ് മേറ്റിംഗ്. ദിസ് ഇസ് കോൾഡ് റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ. ആലോചിക്കുക, 40 ആകുമ്പോഴേക്ക് തട്ടിപ്പോവുകയും ചെയ്യും. ഓക്കെ, കോൺഫ്ലിക്റ്റ് ഒരു റിസ്ക്കാണ്. നിങ്ങൾ ഹ്യൂമൻ ഏരിയയിലേക്ക് വന്ന് നിങ്ങൾ കോൺഫ്ലിക്റ്റ് ചെയ്യുമ്പം നിങ്ങൾ പടക്കം പൊട്ടിക്കപ്പെടാം, പടക്കം ബെയ്റ്റ് വെച്ചിട്ട് ഒരുപാട് കേസുകളുണ്ട്. ഗൺ ഷോട്ട്, തീ, ഇലക്ട്രോക്യൂഷൻ, ഇതിലെല്ലാം പെടാം. പക്ഷേ ഈ ആനിമൽസിന് ഇത് അറിയോ? പിന്നെ തീർച്ചയായിട്ടും അവെയർ ഓഫ് അവിടെയാണ് പറഞ്ഞത്. സോ ദാറ്റ്സ് കോൾഡ് റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ. ഹ്യൂമൻസിലുണ്ട് അത്. അങ്ങനെ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട്. ബഞ്ചി ജമ്പേഴ്സ്, അങ്ങനെ ഹെവി മോട്ടോർ സൈക്കിൾസ് പോലെ ദേ ആർ റിസ്ക് ടേക്കിംഗ് ബിഹേവിയേഴ്സ്. ഈ റിസ്ക് ടേക്ക് ചെയ്യുന്നതോടെ ഇവനൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നു, പെട്ടെന്ന് ഫീമെയിൽ എക്സസ് കിട്ടുന്നു. ബ്രീഡിങ് ആണല്ലോ ഇത്, മെയ്റ്റിംഗ് ആണല്ലോ. മെയ്റ്റിംഗ് കുഞ്ഞുങ്ങളുണ്ടാക്കുകയാണ് ഏത് സ്പീഷീസിൻ്റെയും അൾട്ടിമേറ്റ് എയിം. ഇത് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നു. ഇതൊരു ക്രോസ് കട്ടാണ്, ഒരു റിസ്ക്കാണ്. ഈ റിസ്ക് ടേക്കിംഗ് ചെയ്യുന്നത് ജെനറ്റിക് ആണ് പലപ്പോഴും. ദർ ആർ റിസ്ക് ടേക്കിംഗ് ജീൻസ്. ഓക്കെ, ഈ ആനിമൽസ് ഈ റിസ്ക് എടുക്കുന്നതോടെ ഇവന് പെട്ടെന്ന് അറ്റൈൻ ചെയ്യുക. ഈവൻ മറ്റൊരു നാച്ചുറൽ പ്രോസസ്സിലൂടെ 45-50 വർഷം എടുക്കുന്ന സംഭവം ഇയാൾ ഷോർട്ട് ടൈമിൽ എടുക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം ഹി ഈസ് സാക്രിഫൈസിങ് ഹിസ് ലൈഫ് അറ്റ് ദ ഏർലിയസ്റ്റ്. ദിസ് ഇസ് റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ. ദിസ് ഇസ് ഹാപ്പനിങ്. ദേ ആർ ഹാബിച്വേറ്റഡ് കോൺഫ്ലിക്റ്റ് ആനിമൽസ്. അപ്പോൾ വയനാട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ എല്ലാവരുടെയും ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, എല്ലാ ആനയും കോൺഫ്ലിക്റ്റ് ചെയ്യുന്നു. ഇല്ല, വയനാട് പറഞ്ഞാൽ 8-9 ബുൾസേ ഉള്ളൂ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നത്. 8-9 ഇൻഡിവിജ്വൽ ബുൾസേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഹാബിച്വൽ അതിന് റേഡിയോ കോളർ ചെയ്തിട്ട് നമ്മൾ വർഷങ്ങളോളം മോണിറ്റർ ചെയ്തിട്ടുണ്ട്. അതിന് ഒരു രസകരമായ, ഞാൻ പലയിടത്തും പറഞ്ഞിട്ട് ഈ കഥ, മണിയൻ എന്ന് പറഞ്ഞൊരു ആന ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ആന. നമ്മൾ ബത്തേരിയിൽ നിന്ന് നമ്മൾ പുൽപ്പള്ളിക്ക് പോകുന്നതിന് ഇടയ്ക്കുള്ള ചെറിയ സ്ഥലമാണ്. ഇയാളെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള ബുൾ, ഹ്യൂജ് ബുൾ, വലിയ ടസ്കൊക്കെ ആയിട്ട് നിൽക്കും. ഇയാൾ ആ ഗ്രാമത്തിൻ്റെ സൈഡിലേ നിൽക്കുള്ളൂ. ഓക്കെ, ഇപ്പുറത്തെ കൃഷിയുണ്ട്, വാഴയുണ്ട്, ഒരു ഇല പോലും ഇയാൾ പൊട്ടിക്കില്ല. അയാൾ അവിടെ വളരെ സ്വസ്ഥമായിട്ട് അവിടെ നിൽക്കും. ആൾക്കാർക്കും ഭയങ്കര പ്രിയങ്കരനാണ്. ഭയങ്കര ഇതായിട്ട് ആൾക്കാർ പഴം കൊടുക്കും. ആ കയ്യിൽ നിന്ന് മേടിച്ച് തിന്നും. അതിനെക്കാട്ടും പറ്റും ഒരിക്കലും ഒരാൾ മദ്യപിച്ചിട്ട് അതിനെ കൊമ്പ് തൂങ്ങാൻ പോയി. ആൾ തട്ടിയിട്ടു. എനിക്ക് കോൾ വന്നു, അയ്യോ കൊന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറന്ന് വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ കൊമ്പ് തൂന്നി തട്ടി. അത്രയും കാമായിട്ടുള്ള ആനിമൽ. പക്ഷേ ഇയാളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എവറി മസ്ത് വന്ന സമയത്ത് ഞാൻ റേഡിയോ കോളർ ചെയ്തു. കാരണം തന്നെ വലിയൊരു കൊമ്പനല്ലേ ഈ നാട്ടിലേക്ക്. എപ്പോഴാണ് അന്ന് പോച്ചിങ് ഒക്കെ ഉള്ള സമയമാണ്, എപ്പം വേണേൽ അടിച്ചു പോവാം. കോളർ ചെയ്തു, മോണിറ്റർ ചെയ്യുന്നുണ്ട്, നമ്മൾ മൂവ്മെൻറ്റ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. മസ്തായി കഴിഞ്ഞാൽ ഇയാൾക്ക് കൺട്രോൾ പോകും. അപ്പോൾ ഇയാൾ ഒരൊറ്റ പോക്കങ്ങ് പോകും, ആന്ധ്ര വരെയൊക്കെ പോയിട്ട് വരും. തിരിച്ചു വരുന്നത് ഹ്യൂജ് ഫൈറ്റുമായിട്ടാണ്, ഫൈറ്റ് ഇഞ്ചുറി ആയിട്ടാണ്. വയറ്റത്ത് കുത്ത്, മറ്റടുത്ത് കുത്ത്. എൻ്റെ ജോലി ഇത് സ്നെയർ, ഇത് ഈ പന്നിക്ക് വെക്കുന്ന സ്നെയറൊക്കെ ആയിട്ടാണ് വരിക. എനിക്കൊന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മയക്കൊടിക്കപ്പെട്ട ഒരു കാട്ടാന അതായിരിക്കും. ഞാൻ 8-9 തവണയോളം എന്നെ ഡാട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ തവണ എൻ്റെ പരിപാടി തന്നെ വന്ന് പുള്ളി മസ്ത കഴിഞ്ഞ് പാവമായിട്ട് വീണ്ടും അവിടെ വരും. മയക്കുക, ഇതെല്ലാം സ്റ്റിച്ച് ചെയ്യുക, ഉണക്കുക, വിടുക. ലാസ്റ്റ് അത് മരണപ്പെട്ടതെന്ന് പറഞ്ഞാൽ വേറെ ആന ഹാർട്ടിലേക്ക് കുത്തിയിട്ടാണ്. ഈ സെയിം തൊട്ടടുത്ത്. കാരണം ബിഹേവിയർ ഈസ് ഡിഫറെൻറ്റ്. ഇയാളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് മസ്ത് വരുമ്പോൾ ഇയാൾ ബിഹേവിയർ മാറുകയാണ്. അതുകൊണ്ടാണ് ഇയാൾ പോകുന്നത്, ഇയാൾ ഇൻഫൈറ്റ്, മറ്റത് ഫൈറ്റ് ഒഴിവാക്കാൻ വേണ്ടി ഇയാൾ നിൽക്കുന്നത്. സോ എലഫന്റ് ബിഹേവിയർ ഇസ് സോ ഡൈനാമിക്, സോ ഡിഫറെൻറ്റ്. മനസ്സിലായോ? ഭീകര കൺസെപ്റ്റ് ആയിട്ട് റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ പോകുന്ന എല്ലാത്തിനൊപ്പം ഈ മീറ്റിംഗ് നടക്കുന്നുണ്ടോ? അതായത് സക്സസ് ആണ്. അവൻ ഇതേ കോൺഫ്ലിക്റ്റ് ബിഹേവിയർ, റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ അടുത്ത ജനറേഷൻ കൊടുക്കുന്നുണ്ട്. That trait is also being selected. അത് പിയർ ഗ്രൂപ്പ് കൊണ്ടുവരുന്നതാണോ അതോ ഇതൊരു എമുലേറ്റ് ചെയ്യുന്നതാണോ? പിയർ ഗ്രൂപ്പ് അല്ല ഞാൻ പറഞ്ഞത്. ഇതൊരു ഇറ്റ്സ് എ ന്യൂ സയൻസ് ആൻഡ് കൺസെപ്റ്റ്. ഇറ്റ്സ് വെരി റൈറ്റ് ഫിറ്റ് ഫോർ കോൺഫ്ലിക്റ്റ് ആനിമൽസ്. ഇത് ഫസ്റ്റ് നമ്മൾ പറയുകയാണ് സംഭവം. കോൺഫ്ലിക്റ്റ് ആനിമൽസ് വളരെ റൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഞങ്ങൾ ജീൻസിൻ്റെ മുകളിൽ ഞങ്ങൾ പഠനം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹ്യൂമൻസിൽ ഇത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഷിസോഫ്രീനി ജീൻ്റെ ഒക്കെ അടുത്ത് വരുന്ന ഒരു ക്ലസ്റ്റർ ഓഫ് ജീൻസ് ആണ്. ഐ തിങ്ക് ഇറ്റ്സ് ക്രോമോസോം 6 ഇൻ ഹ്യൂമൻ. സോ ഈ സെയിം സംഭവം തന്നെ ഇവിടെ നടക്കുന്നു. ഹ്യൂമൻസിൽ ഇതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടല്ല കാണുന്നത്, അതൊരു അബറേഷൻ ആയിട്ടാണ്. അല്ലല്ലോ, നിങ്ങൾ പറയുന്ന ഹീറോയിസം ഇതുപോലത്തെ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ they attracts bungee jumpers, bikers, they attracts. At the same time it demands kind of risk. It's a lot of papers. Behavioral genomics ഒത്തിരി വർക്ക് ഉണ്ട്. So my question is, ഹ്യൂമൻസിൽ അത് ഒരു കോൺഷ്യസ് ഡെസിഷനോ അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ഒരു ഡെസിഷനാണ്? അങ്ങനെ ഒരു കോൺഷ്യസ്നെസ് elephants have huge brain. They can identify their relatives. Okay. എല്ലാ രീതിയിലുള്ള ക്യൂസും. അപ്പം ഞാൻ പറഞ്ഞ എലഫൻറ്റ് ചിലപ്പോൾ നിങ്ങളെക്കാളും സുപ്പീരിയർ ആയിരിക്കും. നിങ്ങൾക്ക് എലഫൻസിന് കാഴ്ച കുറവാണ്.
ഒരു 30 മീറ്റർ വരെ എലഫൻറ്റ്. ഒന്ന് രണ്ടാമത് എന്താ പറയുക, ബൈനോക്കുലർ വിഷനാണ്. ഓക്കെ, 2 സൈഡിലേക്കാണ്. നമുക്ക് മോണോക്കുലർ, അപ്പോൾ നമുക്ക് ഡെപ്ത് അറിയാം, ടൈഗറിനൊക്കെ ഡെപ്ത് അറിയാം നമുക്ക്. സോ നിങ്ങളൊരു നിൽക്കുകയാണെങ്കിൽ ഓക്കെ എത്ര മീറ്റർ ഉണ്ടെന്ന് അറിയാം. ഒരു എലഫൻ്റ് ഒരു 20-30 മീറ്റേഴ്സ് നിൽക്കുമ്പോൾ എലഫൻ്റ് അത് കൃത്യമായിട്ട് ഡിസ്റ്റൻസ് ജഡ്ജ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പോൾ അത് കോൺ ചെയ്ത് വന്നിട്ടാണ്. ഇപ്പം ഒരു ഐസൈറ്റ് ഒരു ഇതല്ല, അതേസമയം സ്മെൽ. ഓക്കെ, ഇവിടെ ഒരു ഓർഗൻ ഉണ്ട്, വൊമറോ നേസൽ ഓർഗൻ എന്ന് പറയും, ഇത്ര പോകുന്ന ഒരു ഓർഗനാണ്. അത് പറഞ്ഞാൽ സ്നേക്സിൽ ഈ ഓർഗൻ ഉണ്ട്, അതിന് ജേക്കബ്സൺ ഓർഗൻ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ സ്മെല്ല് ഇങ്ങനെ പിടിച്ചിട്ട് ടച്ച് ചെയ്യും, അങ്ങനെ ടേസ്റ്റിംഗ് ദ സ്മെൽ എന്ന് പറയാം. നാക്കിൻ്റെ മുകളിൽ കൂടെ പാമ്പ് ഇങ്ങനെ നാക്ക് നീട്ടുന്നത് എന്തിനാ, ഇവിടെയുള്ള സ്മെല്ലിൻ്റെ പാർട്ടികൾ അതിൻ്റെ മുകളിൽ വരും. ഇതിങ്ങനെ വളച്ചിട്ട് ഈ ജേക്കബ്സൺ ഓർഗനിൽ തൊടുമ്പം അതിന് സ്മെല്ല് കിട്ടും. ടേസ്റ്റിംഗ് ദ സ്മെൽ. നമ്മൾ ഈ മൂക്ക് കൂടെയല്ലേ, ഇതങ്ങനെയല്ല. ഓക്കെ, ഇത് എലഫൻസിലുണ്ട്. ഓക്കെ, എലഫൻസിന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ ബന്ധങ്ങളും ഇതിന് തിരിച്ചറിയാൻ പറ്റും ത്രൂ സ്മെൽ, ത്രൂ ടേസ്റ്റിംഗ് ദ സ്മെൽ. ഫസ്റ്റ് ഒരു ബുള്ള് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫീമെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ജെനിറ്റൽ ഏരിയയിൽ ടച്ച് ചെയ്യും, ടേസ്റ്റ് ചെയ്യും. ആൻഡ് ഷി നോസ് വെദർ ഹി ഈസ് എ ബ്രദർ ഓർ ക്ലോസ് റിലേറ്റീവ്. ബ്രീഡിങ് അവോയ്ഡ് ചെയ്യും, ഹൈപ്പോത്തറ്റിക്കലി, നെവർ ഒബ്സർവേഷൻസ്. ഓക്കെ, ഇൻബ്രീഡിങ് ആനകളിൽ എല്ലാ ആനിമൽസ് അവോയ്ഡ് ചെയ്യുന്ന ഒരു സാധനമാണോ? ഇല്ല, മനുഷ്യന് കോൺഷ്യസ്നസ് നഷ്ടപ്പെട്ടു. സ്മെല്ല്, ഫെറമോൺസ് എന്ന് പറഞ്ഞ സാധനങ്ങൾ തിരിച്ചറിയാനുള്ള മനുഷ്യനെ കോൺഷ്യസ്നസ് നഷ്ടപ്പെട്ടു. മനുഷ്യന് വേറെ ക്യൂസ് ആണിത്. മനുഷ്യൻ്റെ ഒരു ഫാമിലി ലൈഫിലേക്ക് പോയി വേറെ ക്യൂസ്. ദാറ്റ് ജീൻസ് നെവർ ബീൻ സെലക്ടഡ് ഇൻ ഹ്യൂമൻ ബീയിങ്. മറ്റേത് അതല്ല, മനസ്സിലായി? ലൈറ്റ്, സൗണ്ട്, ഇൻഫ്രാസോണിക് സൗണ്ട് ഇതിന് കേൾക്കാൻ പറ്റും, മനുഷ്യന് കേൾക്കാൻ പറ്റുമോ? ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. മേ ബി മാഗ്നറ്റിസം, മൈഗ്രേറ്റ് ചെയ്യുന്ന അങ്ങനെ ബേർഡ്സ്, മാഗ്നറ്റിക് സെൻസ് ഉണ്ട്, മാഗ്നറ്റിക് ന്യൂക്ലിയസ് ഉണ്ട് ബ്രെയിനിൽ. ഓക്കെ, വൈബ്രേഷൻസ്. അപ്പം നിങ്ങളെക്കാട്ടും കൂടുതൽ ഈ എന്താ പറയുക പഞ്ചേന്ദ്രിയങ്ങൾ റൈറ്റ് സോറി പഞ്ചേന്ദ്രിയങ്ങൾ. അപ്പം നിങ്ങളിപ്പം ഒരു എക്സ്റ്റൻഷൻ, നിങ്ങളുടെ ഐസൈറ്റ്, നിങ്ങൾ കാണുന്ന വിഷൻ ഇത് വേവ് ലെങ്ത് കൂടുകയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ലോകമല്ല. കേൾക്കുന്നത് നിങ്ങളൊരു ബാറ്റിൻ്റെ ഇതാണെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ശബ്ദമല്ല. ഓക്കെ, ടേസ്റ്റ് നിങ്ങളുടെ ഈ ടേസ്റ്റ് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ടേസ്റ്റ് അല്ല. ദ ഹോൾ വേൾഡ് ഈസ് ഡിഫറെൻറ്റ്. ഫോർ ദ എലഫന്റ് ദ ഹോൾ വേൾഡ് ഈസ് ഡിഫറെൻറ്റ്. നേരത്തെ ഈ അറ്റാക്ക് ചെയ്യുന്നു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് ഒരു ഫാമിലിക്ക് 4 സൈഡിൽ നിന്ന് ഇങ്ങനെ ഇവർക്ക് ഈ അറ്റാക്കിംഗ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഏർലി മീറ്റിംഗും ഇങ്ങനെ ഒരു ടീം അപ്പ് ചെയ്യുന്നതിന് ഒരു റീസൺ ആയിട്ട് വരാറുണ്ട്. അറ്റാക്ക് ചെയ്യുന്ന എങ്ങനെ അല്ല, ഈ 4 സൈഡിൽ നിന്ന് ഇങ്ങനെ ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യല്ല. അവർ തീറ്റ എടുക്കാൻ വേണ്ടി വരുമ്പം, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കൊരു വയലുണ്ട്, അവിടുന്ന് ഒരു ആന വരികയാണ്. ഇപ്പോൾ ഇവിടെ കൃഷിക്കാരുണ്ട്, കുറേ വീട്ടുകാരുണ്ട്. ആന വന്നു എന്ന് പറഞ്ഞാൽ ഇവർ പന്തെടുത്ത് പോകുന്നു, തെറ്റാലി എടുക്കുന്നു, ചിലപ്പം ഇതെടുക്കുന്നു. കറക്റ്റ് നിങ്ങൾക്ക് പോയിന്റ് ചെയ്യാം എനിമി. 4 സ്ഥലത്തു നിന്ന് വന്നാലോ യു വിൽ ബി കൺഫ്യൂസ്ഡ്. അല്ല, അങ്ങനെ വരുന്നതിന് ഇപ്പം കോൺഫ്ലിക്റ്റ് എന്നൊരു റീസൺ അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു സംഭവം കൂടി, ഈ ഏർലി മീറ്റിംഗിന്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞത്, ഈ കോൺഫ്ലിക്റ്റ് ആനിമൽ ആവുന്നതെന്ന് പറഞ്ഞാൽ അവർ ബോഡി പെട്ടെന്ന് ബിൽഡ് ചെയ്യാനാണ്. ഇതൊരു ബിഹേവിയർ ആട്രിബ്യൂട്ടായിട്ട് മാറുകയാണ്, മനസ്സിലായോ? ഇപ്പം നമ്മളിപ്പം പലപ്പോഴും ഈ മോഷ്ടാക്കളൊക്കെ നമ്മൾ പറയില്ല, എന്താ പറയുക, ജനറ്റിക്കലി അങ്ങനെ പ്രൊഫൈൽ ചെയ്യാറുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഒരു പ്രൊഫൈലാണ്. They opt this. They can opt other way down as well. They can go for a normal life ആയിട്ട് പോകാം. 50 വയസ്സ് വരെ എന്താ പറയുക, ഇൻഫൈറ്റ് ചെയ്ത് മറ്റേ ചെയ്ത് കയറി വന്ന് അവന് that's a painful long process. It is not because there is no food inside the forest that they are coming, the normal essence of these conflict animals. അങ്ങനെ സംഭവിക്കാം, ഏത് ഫുഡില്ലാത്ത. പക്ഷേ ഇങ്ങനെയുള്ള ഹാബിച്വൽ കോൺഫ്ലിക്റ്റ് ആനിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they tend to go for conflict. അപ്പോൾ ഞാൻ ഭയങ്കര രസകരമായ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക്, പറയാൻ തിരിയില്ലേ. ഇത് ഫസ്റ്റ് നമ്മൾ ആൻസർ ചെയ്ത് 2014 നമ്മൾ ആൻസർ ചെയ്ത് ഞാനതിന് പിടിച്ചു കേട്ടോ, അതിനെ ആനിമലിന്. ഇവർ പറഞ്ഞ ഇങ്ങനെ കറക്റ്റ് സ്ഥലത്ത് നിൽക്കും, 4 എണ്ണം കൂടി ഒരു 6-6 ആകുമ്പോൾ നിൽക്കും. 7-8 മണിയാകുമ്പം മെല്ലെ ഇറങ്ങും, 4 വഴിക്ക് ഇറങ്ങും. അപ്പോഴത്തേക്ക് ആൾക്കാർ പോലെ ഉണ്ടാക്കും, തിന്നേണ്ടതിന് ഇവന്മാർ വരും. ഒരു ചിലത് നൈറ്റൊക്കെ ഒരു 2 o'clock ഒക്കെ ആകുമ്പോഴേ ഇറങ്ങുള്ളൂ, രാത്രി 2. അതുവരെ ഇവന്മാരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഭയങ്കര രസമാണ് കാണാൻ. ഇപ്പം നമ്മളിത് കോളറി നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പെർട്ടിക്കുലർ ഹേർഡ്, ഈ 4 എണ്ണമുള്ള ഹേർഡ്, അതിനകത്ത് ഈ എലഫൻ്റ് ആയിരുന്നു ബുള്ള്. കല്ലൂർ കൊമ്പനായിരുന്നു അവൻ്റെ പേര്. നൊട്ടോറിയസ് വലിയൊരു ബുള്ള്. വാലൊക്കെ വാലില്ല, അറിയാമല്ലോ, 2 ബുൾസ് നമ്മൾ ആദ്യം ഫൈറ്റ് ചെയ്യുമ്പോൾ വാല് കടിച്ച് മുറിക്കുക ചെയ്യാം, വാലില്ല. ഇയാളാണ് ക്യാപ്റ്റൻ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കാലത്തെ ഒബ്സർവേഷനിലാണ് ലാസ്റ്റ് കണ്ടെത്തിയത്. ലാസ്റ്റ് നമ്മൾ ഇവനെ കോളർ ചെയ്തു, റേഡിയോ കോളർ ചെയ്തു.
കേറി കൊള്ളുമ്പോൾ നമുക്ക് ഏകദേശം പിക്ചർ കിട്ടി, ഇവരെങ്ങനെ മൂവ് ചെയ്യുന്നു, എങ്ങനെ എല്ലാ പിക്ചറും കിട്ടി. ഹാബിറ്റഡ് കോൺഫ്ലിക്റ്റ് ആണ്. കൃത്യമായിട്ട് രാവിലെ വാങ്ങ് വിളിക്കുമ്പോഴാണ് തിരിച്ചു പോവുക 5 മണിക്ക്. ഓക്കെ, അപ്പോൾ ഞങ്ങളിതിങ്ങനെ നോക്കി നിൽക്കണം. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ പിടിക്കേണ്ട സ്റ്റേജായി, കാരണം വേറെ നിവൃത്തിയില്ല. ഹ്യൂമൻ അറ്റാക്ക് തുടങ്ങി, 2 പേര് മരിച്ചു. അങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ വന്ന് ഗവൺമെൻറ് ഡിസൈഡഡ് ഹാസ് ടു ടേക്ക് ഇറ്റ്. അങ്ങനെ നമ്മൾ നോക്കിയിട്ട് എങ്ങനെയായാലും ഇവന് കിട്ടില്ല. കാരണം നൈറ്റ് നമുക്ക് മയക്കൂടി വെക്കാൻ പറ്റില്ല, കാരണം അത് എവിടെയാണ് പോകുന്നതെന്ന് നമുക്കറിയില്ല. ഡേ ടൈമിനെ പറ്റും. ഡേ ടൈമിൽ പുള്ളി അകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്, കിടന്നുറങ്ങുക ചെയ്യുക, സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് പുള്ളി സുഖമായിട്ട് കിടന്നുറങ്ങും, പകൽ ആക്റ്റീവ്. അപ്പോഴത്തേക്ക് ഈ 4 ടീംസും വന്ന് അവിടെ സെറ്റാവും. ഓക്കെ, ഞാനിത് തമാശയായിട്ട് പറഞ്ഞല്ല, ക്ലീൻ ഒബ്സർവേഷൻ. അങ്ങനെ ഇവരെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ 4-5 ദിവസം നോക്കി ഒരു നിവൃത്തിയില്ല. അപ്പോഴാണ് എൻ്റെ സ്റ്റാഫ് പറഞ്ഞത്, സാറേ ഇവൻ കയറിപ്പോകുന്ന ഈ സമയത്താണ്, വാങ്കുവിളി ഈ സമയത്താണ്, അപ്പം നമുക്ക് പള്ളിക്കാരോട് സംസാരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പള്ളിക്കാരോട് പറഞ്ഞു ഒരു ദിവസം ചെയ്യാനൊക്കെ പറ്റും. അവർ ചെയ്തില്ല. അന്ന് ഞങ്ങൾ പിടിച്ചു, നിന്നു. ലൈറ്റ് വന്നു, ഞങ്ങൾ മയക്കൂടി വെച്ച് സാധനത്തിന് പിടിച്ചു. യു മീൻ ടു സേ വാങ്ക് വിളിക്കുന്നവരെ അവരത് കൃത്യമായിട്ട് അവിടെ നിൽക്കുകയാണ്. കണ്ടീഷൻ്റെ ആയിരിക്കാം അത്, ഗെറ്റിംഗ് കണ്ടീഷൻ. പക്ഷേ അത്ര ഷാർപ്പായിട്ടുള്ള ഒരു നമ്മളൊരു വാച്ചർ അത് ഐഡൻറ്റിഫൈ ചെയ്താൽ പറഞ്ഞു, സാറേ ഇതാണ് സംഭവം, ഇവൻ കയറി പോകുന്ന ഈ സമയം. കാരണം ഇയാൾ എത്രയോ വർഷങ്ങളായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്ന ആളാണ്, ഇത് കോൺഫ്ലിക്റ്റിൻ്റെ പുറകെ നടക്കുന്ന ആളാണ്, കൃത്യമായിട്ട് അറിയാം. ഭയങ്കര നല്ലൊരു സെൻസിലൊരു സ്റ്റാഫാണ്. അപ്പോൾ ഇത് നമുക്ക് നോക്കിയാലോ എന്ന് പറഞ്ഞു. പള്ളിക്കാരോട് പറഞ്ഞു, പള്ളിക്കാരൊന്നും വാങ്ങി വിളിച്ചില്ല. ആൾ കൺഫ്യൂഷനായി. ലൈറ്റ് വന്നു, ഞങ്ങൾ മയക്കൂടി വെച്ചു, സാധനത്തിൻ്റെ ഇതിൻ്റെ ഫൺ അതല്ല. ഞങ്ങൾ ഇതിനെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ട്രെയിനിങ് ഒക്കെ എൻ്റർലി ഡിഫറെൻറ്റ്. വലിയ ക്രാൾ എന്ന് പറഞ്ഞ സാധനം അതിനകത്ത് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുക. ക്രാളിലിട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് രാത്രിയായപ്പം ഈ 3 കൊമ്പന്മാരും കൂട്ടിൻ്റെ ചുറ്റും, ഈ 3 ഇവൻ്റെ അസോസിയേറ്റ്സ്. ആൻഡ് ഹി വാസ് ഫീഡിങ്. ഇവിടുന്ന് ഞങ്ങൾ കൊടുക്കുന്ന തീറ്റ എടുത്തിട്ട് ബാക്കി ആനയ്ക്ക് ഇവന്മാർക്ക് കൊടുക്കുകയാണ്. ആനക്കാരന് അടുത്ത് പോകാൻ പറ്റില്ല. പിന്നെ എൻ്റെ പിള്ളേരെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവന്മാരെ ഓടിക്കലാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് 2-3 ആഴ്ച നിന്നു. അതാണ് തിക് ബോണ്ടിങ് ആണ്. വൈകുന്നേരം ആകുമ്പോൾ ഈ 3 പേര് അറ്റൻഡ് ചെയ്യും, ഇവരുടെ അടുത്ത് വന്ന് നിൽക്കും കൂടിന് ചുറ്റും. അന്യോന്യം എന്താ പറയുക, കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇവർക്കിടയിൽ ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടോ? ഇതൊരു റൗഡി ഗാങ് ആണല്ലോ ബേസിക്കലി. അല്ല, റൗഡി ഞാൻ പറഞ്ഞ ആ ഒരു ലൈനിലാണല്ലോ ഒരു നേതാവ് 2-3 മെമ്പേഴ്സ്. റൗഡികൾ തമ്മിൽ ബന്ധം ഉണ്ടാവുന്നില്ലേ? ദിസ് ഇസ് ബേസിക്കലി ഒരു സർവൈവലാണ്. കോൺഫ്ലിക്റ്റ് ഒരു സർവൈവലിൻ്റെ വേറൊരു തലമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാനിത് പറയുന്നത്, നമ്മൾ ഇതെല്ലാം എവല്യൂഷണറി സ്റ്റേജിൽ നടക്കുന്ന സാധനമാണ്. നമുക്ക് ഒന്നിനും കുറ്റമാണോ ശരിയാണോ എന്ന് പറയാൻ പറ്റുന്നില്ല. കുറ്റവും ശരിയും നമ്മളുടെ സെൻസ് വെച്ചിട്ടല്ലേ നമ്മൾ അളക്കുന്നത്. ഇപ്പൊ ഈ കല്ലൂർ കൊമ്പൻ ഭരത് സുന്ദരമായിട്ടുണ്ട്. ഒന്നാന്തരം കുങ്കിയാണ്, കാട്ടിൽ പോകുന്നുണ്ട്, മെയ്റ്റ് ചെയ്യുന്നുണ്ട്, വൈൽഡ് ആനിമൽസുമായിട്ട് ഫീമെയിൽസുമായിട്ട് മെയ്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ വളർത്തുന്നത്, സെമി വൈൽഡാണ് വളർത്തുന്നത്. സോ വൺ ഓഫ് ദ ബെസ്റ്റ് എലഫന്റ് now. What percentage of wild bulls are conflict? It depends upon the habitat. So ഞാൻ പറഞ്ഞില്ലേ, ഫ്രാഗ്മെന്റഡ് ഏരിയയിൽ വരുന്നത് കൂട്ടമാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഡിപ്പെൻസ് അപ്പോൺ. ഇപ്പോൾ ഈ കണ്ടിന്യൂസ് ലാൻഡ്സ്കേപ്പിൽ വരുന്നത് ബുൾസേ ഉള്ളൂ. ഇപ്പോൾ പെർസെൻറ്റേജ് നമുക്ക് അങ്ങനെ കൃത്യമായിട്ടൊരു പെർസെൻറ്റേജ് പറയാൻ പറ്റില്ല. എണ്ണം പറയാം, നമുക്കൊരു 8-9 ആനിമൽസ് വയനാട് പോലുള്ള ലാൻഡ്സ്കേപ്പിൽ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നു, കണ്ടിന്യൂസ് ലാൻഡ്സ്കേപ്പിൽ. പക്ഷേ സൗത്തിൽ അങ്ങനെയല്ല. പലപ്പോഴും ഇത് കഷ്ടമായിട്ട് പോയിട്ടുണ്ട്. ഒത്തിരി മറ്റേ റിസോർട്ടുകളൊക്കെ കയ്യേറി ഫെൻസ് ചെയ്തിങ്ങനെ. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞില്ലേ, തമിഴ്നാട് ഹ്യൂജ് കോറിഡോറിൽ ഹ്യൂജ് ഫെൻസിങ്ങാണ് വെച്ചിരിക്കുന്നത്. ബ്ലോക്കുകളാണ്, പീസായിട്ട് ലാൻഡ് പോവാണ്. ഓക്കെ, ഡോക്ടർ നല്ല കുങ്കിന്ന് 2-3 വട്ടമായി ഇപ്പൊ പറയുന്നു. എന്ത് ഈ നല്ല കുങ്കിമാരുടെ ലക്ഷണം എന്താണ്? കുങ്കി എന്ന് പറഞ്ഞാൽ ബേസിക്കലി കുങ്കി കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി കുങ്കി ഈസ് എൻ ഉറുദു ടീം. ഓക്കെ, മലയാളിയല്ല ഇവർ. ഞാൻ പറയാം, ആനയെ പിടിക്കാൻ വേണ്ടി പല മെത്തേഡ്സ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മെത്തേഡ് നമ്മളെ ഇങ്ങോട്ടുള്ളത് സെൻട്രൽ ട്രാവൻകൂർ കേരളത്തിലുള്ള പിറ്റ് മെത്തേഡ്. വലിയ കുഴി കുഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതൊക്കെ വെച്ച് ഇലയൊക്കെ വെച്ച് നിൽക്കും. മേള ഷിക്കാർ എന്ന് പറയും. മേള ഷിക്കാർ എന്ന് പറഞ്ഞാൽ ഓടിച്ചിട്ട് ന്യൂസിട്ട് പിടിക്കുന്ന ഇത് പരിപാടിയാണ് മേള ഷിക്കാർ. ദെൻ ഗദ ഓപ്പറേഷൻസ്, അതായത് തന്നെ വലിയ ബോംബ ഉണ്ടാക്കിയിട്ട് ആനയെ ഓടിച്ചിട്ട് ഇതിനൊക്കെ നമുക്ക് പറഞ്ഞാൽ ആനയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ആന വേണം. ഓക്കെ, അപ്പം നിങ്ങളൊരു നാട്ടാനയെ കൊണ്ടുവന്നിട്ട്, അതിപ്പോൾ ഏത് വലിയ ആന ആയിക്കോട്ടെ, നാട്ടിലെ ഏത് വലിയ ആന ആയിക്കോട്ടെ, കാട്ടിൽ കൊണ്ട് ഒരു കാട്ടാനെ കണ്ടു കഴിഞ്ഞാൽ 100 ഓടും. അപ്പം ഞാൻ പറഞ്ഞ ബുൾ ടു ബുൾ കോമ്പറ്റീഷൻ അത്രയും ടൈറ്റിലാണ് അവർ നിൽക്കുന്നത്. മുട്ടി നിൽക്കുകയാണ്. അവിടെ പുറത്തൊരു എക്സ്പീരിയൻസിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ തട്ടിക്കളയും, വേറൊന്നുമില്ല, യു ബി ഡെഡ്. ഓക്കെ, ഇവിടെ ഒരു നാട്ടാനെയും കൊണ്ട് ഞാനൊരു കാട്ടാനെ പിടിക്കാൻ എന്താ സ്ഥിതി? നിൽക്കില്ല. അപ്പം എനിക്ക് ഇവർ തമ്മിലുള്ള ഹൈറാർക്കിയിൽ നിൽക്കാൻ പറ്റുന്ന ഒരു എലഫൻറ്റ് വേണം. അതായത് കല്ലൂർ കൊമ്പൻ അവിടെ നിൽക്കുകയാണെങ്കിൽ അവനെ നേരെ
ഫേസ് ചെയ്യാൻ പറ്റിയ അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഹൈറാർക്കി ലെവൽ ഇതായിട്ടുള്ള ഒരു എലഫൻ്റ് വേണം. ദാറ്റ് ഇസ് കുങ്കി. ഹി ഗോട്ട് ദ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ കൃത്യമായ ഡോമിനൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആനിമൽസ് മാത്രമേ എനിക്ക് കുങ്കിയാക്കാൻ പറ്റില്ല, എല്ലാത്തിനും കുങ്കിയാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കിട്ടിയ നമ്മുടെ ട്രെയിനിങ്ങും അങ്ങനെ തന്നെയാണ് നമ്മൾ ആദ്യം കൊണ്ട്. അപ്പം ഞാൻ പലപ്പോഴും ഞങ്ങൾ കുങ്കി ക്യാമ്പ് ഫസ്റ്റ് നമ്മൾ കേരളത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 2014 കാരണം അതുവരെ നമ്മൾ തമിഴ്നാടിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ ആനകളെ കൊണ്ടുവന്നു, പലപ്പോഴും അത് ഫെയിലിയറായി. ഇപ്പം ലാസ്റ്റ് നമുക്ക് നിവൃത്തിയില്ലാണ്ടായി, കാരണം കോൺഫ്ലിക്റ്റ് ആനകൾ ഓടിക്കണമെങ്കിൽ നമുക്ക് കുങ്കി വേണം. അങ്ങനെയൊക്കെ കുങ്കി എലഫൻസിൻ്റെ ഞാൻ പറഞ്ഞു നമുക്ക് ഏറ്റവും ബെസ്റ്റ് കുങ്കിൻ്റെ ഇന്ന ക്യാമ്പുകളായിരുന്നു, നമ്മളെല്ലാം വിറ്റ് കളഞ്ഞു. നമുക്ക് പിന്നെയാണ് ഈ കോൺഫ്ലിക്റ്റ് വന്നപ്പോഴാണ് നമുക്കിതിനെ മിറ്റിഗേറ്റ് ചെയ്യണമെങ്കിൽ ഈ ആനയില്ലാണ്ട് നമുക്ക് പറ്റില്ല എന്നുള്ള സ്ഥിതി. അങ്ങനെ കുങ്കി എലഫൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ കർണാടകയിൽ നിന്ന് ഞങ്ങളൊരു ഒരു 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 അവർ ഞങ്ങൾക്കൊരു മോഴയെ തന്നു, പ്രമുഖ എന്ന് പറഞ്ഞു. പണ്ട് ഹ്യൂജ് എലഫൻ്റാണ്, 10 അടി കൂടുതൽ ഹൈറ്റ് ഉണ്ട്, 5.5 ടൺ വെയിറ്റ് ഉണ്ട്, ഹ്യൂജ് എലഫൻ്റ് മക്കനെയാണ്. അങ്ങനെ ഞാൻ ട്രെയിനിങ് ചെയ്യാൻ തുടങ്ങി. ട്രെയിനിങ് ചെയ്ത് ബേസിക് ട്രെയിനിങ് കൊടുത്തു. ദെൻ കുങ്കി ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആനകളെ ബന്ധപ്പെടുത്തും, കണക്ട് ചെയ്യും, അങ്ങനെ ഡോമിനൻസ് കൂട്ടും. മെയിൻലി നമ്മൾ ഓപ്പറേഷൻസിന് കൊണ്ടുപോയിട്ടാണ് കൂട്ടുക. ഒരു കാട്ടാനെ ഓടിക്കാൻ കൊണ്ടുപോയി അങ്ങനെ മുട്ടി നിന്ന് ഹി ബിക്കം കോൺഫിഡൻറ്റ്. പിന്നെ ഫസ്റ്റ് ഓപ്പറേഷന് ഞാൻ ഏതൊരു റേഡിയോ കോളറിങ്ങിന് ഇയാളെ കൊണ്ടുവന്നു. അയാൾ മയക്കിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇതിന് രണ്ടിനും ചേർത്ത് വെച്ചിട്ട് വേണം ഇതിൻ്റെ മുകളിൽ കൂടെ കയറി റേഡിയോ കോളർ ചെയ്യാൻ വേണ്ടി, ഘടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത് വന്നതും ഇയാൾ ഒരൊറ്റ ഓടി 35 കിലോമീറ്റർ ഓടി പേടിച്ചിട്ട്. ഓക്കെ, പാപ്പ മുകളിലിരുന്ന് പാപ്പൻ എവിടെ ഒരു മരത്തിൻ്റെ മുകളിൽ തൂങ്ങി ഓടി. രാത്രി നമ്മൾ ഹോൾ ടീം പോയി ലാസ്റ്റ് കണ്ടുപിടിച്ച് തിരിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ട്രെയിനിങ് ഇൻറ്റൻസ് ചെയ്ത് സെക്കൻഡ് ഡാർട്ടിങ് നിന്ന സമയത്ത് ഞാൻ മെല്ലെ കൊണ്ടപ്പോൾ പുള്ളി കുറേശ്ശെ കോൺഫിഡൻസ് ആയി. പുള്ളി വന്ന് നിന്നു. ഓക്കെ, ഒന്ന് മെല്ലെ തട്ടാൻ നോക്കി. മെല്ലെ പുള്ളി 3rd, 4th, 5th ഒക്കെ ആകുമ്പോഴേക്ക് ഇയാളുടെ കോൺഫിഡൻസ് കൂടി വരികയാണ്. ഹി ബിക്കം സോ അഗ്രസീവ്. ലാസ്റ്റാണ് ചെയ്തപ്പോഴേക്ക് അപ്പോഴേക്ക് ഇയാൾ വലുതായി. ഇയാൾ ആ മയങ്ങി ആനെ കുത്തി മറച്ചിടുകയാണ് ചെയ്തത്. ഒരു 15 മീറ്റേഴ്സോളം കൊല്ലാൻ അത്രയും വിഷ്യസായി. അപ്പോൾ അയാൾ അത്ര സൂപ്പർ ഡോമിനൻ്റ് ആയി. ഇപ്പം എനിക്കതിനെ ഉപയോഗിക്കാൻ പറ്റില്ല. എനിക്കൊരു ക്യാപ്ചർ ഓപ്പറേഷൻ എനിക്ക് ഉപയോഗിക്കാൻ പേടിയാണ്. അതേ സമയത്ത് നാട്ടിലിറങ്ങിയ സിറ്റുവേഷനിൽ, നാട്ടിലിറങ്ങി ഓടിക്കുന്ന സിറ്റുവേഷനിൽ ഇയാളുടെ സ്മെല്ല് കേട്ടാൽ മതി, ചിലപ്പോൾ അട്രാക്റ്റഡ് ആവട്ടോ. ഏത് ഈ സ്ട്രെസ് ഫീമെയിലിൻ്റെ ചിലപ്പോൾ അട്രാക്റ്റഡ് ആയിട്ട് നിങ്ങൾ ക്യാമ്പിൽ നടക്കാറുണ്ട്, ഫീമെയിൽസ് വരാറുണ്ട്, മേറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ടോപ്പ് ലെവൽ ബുള്ളാണ്, ഡോമിനൻറ്റ് ബുള്ളാണ്. ഓക്കെ, ദീസ് ആർ ബിഹേവിയർ ചേഞ്ചസ്, ദാറ്റ് ഇസ് കുങ്കി. അപ്പോൾ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്ന സെമി വൈൽഡ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ക്യാമ്പിലെ സിറ്റുവേഷനിൽ നമ്മൾ കാട്ടിലേക്കാണ് വിടുക. ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ കാട്ടിൽ പോയി അവർ ഫൈറ്റ് ചെയ്യും, അവർ മെയ്റ്റ് ചെയ്യും, അവർ നമ്മൾ ഇൻട്രാക്ഷൻ, ആ വൈൽഡ്നെസ് എപ്പോഴും ആ ഡോമിനൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ആനിമൽസാണ് കുങ്കി. നമ്മുടെ നാട്ടുപ്രദേശത്ത് ഒരു കുങ്കി ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെ ഒരു one of the accusations that was on you during that Arikompan phase was that കുങ്കി ഇനി അരിക്കൊമ്പനെയും പിടിച്ച് കുങ്കിയാക്കാനാണ് പിന്നെ ദാറ്റ് ഈസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒറിജിനൽ ഹാബിറ്റാറ്റിൽ നിന്ന് അവനെ മാറ്റി അവനെ ഇനി തളച്ചിട്ട് അവനെ ടൈം ചെയ്ത് അങ്ങനെ ആക്കും. ആ ഒരു കുങ്കികളെ ആക്കുന്നതിന് വേണ്ടി ഒരുപാട് അക്യൂസേഷൻസ് കിട്ടി. ഞാൻ പിടിക്കാൻ നോക്കി എന്നുള്ളതാണ്. ഓക്കെ, പിടിക്കണം എന്നുള്ള എൻ്റെ തീരുമാനമല്ല, ഹൈക്കോടതിയുടെ തീരുമാനം. ഓക്കെ, ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്ന ഹൈക്കോടതി തീരുമാനം. അല്ലാണ്ട് എനിക്ക് പിടിക്കണം ഒരു ആനയെ പിടിക്കണം എനിക്ക് അല്ലല്ല. സി ഐ വിൽ ടെൽ യു ദ സ്റ്റോറി. അരിക്കൊമ്പൻ സ്റ്റോറിയാണല്ലോ നിങ്ങൾക്ക് കേൾക്കേണ്ടത്. സോ കം ടു ദ പോയിന്റ്. അപ്പം എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് മിറ്റിഗേറ്റ് ഞാൻ വളരെ കൃത്യമായിട്ട് ആ അരിക്കൊമ്പൻ അവിടെ നിന്നിരുന്നെങ്കിൽ ആ ആനിമൽ ഇപ്പം ജീവിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, ഇറ്റ് വിൽ ബി പോയിസൺ ഓർ കിൽഡ്. വളരെ കൃത്യമായിട്ടുള്ള അന്ന് പ്രസ്താവനകളൊക്കെ നിങ്ങൾ കേട്ടാലേ. സോ യു നോ തിങ്സ് വാട്ട് ഹാപ്പനിങ് അറൗണ്ട്. Okay, so one way I was trying to save that animal. നമ്മുടെ ഈ കോൺഫ്ലിക്റ്റ് ആനിമൽസ് ഒന്നും ഇതിൻ്റെ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കാലം മുമ്പേ തുടങ്ങിയതാണ്. 2019 ഞങ്ങൾ അതിനെ റേഡിയോ കോളർ ചെയ്യാൻ നോക്കിയത്. അന്ന് നടന്നില്ല. ഇന്ന് ക്ലിഫിൻ്റെ മുകളിലായിരുന്നു. അന്ന് ഞങ്ങൾക്ക് 2019 അന്ന് ഞങ്ങൾക്ക് എലഫൻസ് ഇല്ലാതെ തമിഴ്നാട്ടിലെ 2 എലഫൻസിനെ കൊണ്ട് സെഡേറ്റ് ചെയ്ത ആനയുടെ അടുത്ത് ഈ ആന വരാണ്ട് ആനകൾ ഓടിക്കളഞ്ഞു. ഓക്കെ, ഇത് ക്ലിഫിൻ്റെ മുകളിൽ കോളർ ചെയ്യാൻ പോലും ഞങ്ങൾക്ക് പറ്റിയില്ല. അന്ന് പോലെ ഉണ്ട്. ഇത് മൂന്നാറിലെ സിറ്റുവേഷൻ ഇസ് ഡിഫറെൻറ്റ്. ഓക്കെ, മൂന്നാറിന് ശരിക്കും ഡീഗ്രേഡഡ് ഫോറസ്റ്റ് ആണ്. റൈറ്റ്, വയനാട് പോലുള്ള ഒരു ഹാബിച്വൽ ലാൻഡ്സ്കേപ്പ് ഇത് ഫോറസ്റ്റ് വരുന്നതാണ്. മുകളിലുള്ളത് ഷോല ഫോറസ്റ്റ് ആണ്. ഷോല ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അതിനകത്തേക്ക് എലഫൻസിന് കടക്കാൻ പറ്റില്ല. തിക്ക് പാക്ട് ഇതാണ്. പിന്നെയുള്ള ഗ്രാസ് ലാൻഡ്സ് ആണ്. ഗ്രാസ് ലാൻഡ്സിൽ അത്രയും പലറ്റബിൾ ഗ്രാസ് അല്ല. പിന്നെയുള്ള നെട്ടക്കിലൊരു സ്ഥലമായിരുന്നു, അത് കംപ്ലീറ്റ് കാടുമാണ്, ഏലാണ്, അവിടെ ഒന്നും തിന്നാനില്ല. ആകെയുള്ളത് ചെറിയ ചെറിയ പാച്ചസ് ഏരിയയാണ്. അതിൽ നിന്ന് ഒന്നാണ് ഈ 301 കോളനി. ഓക്കെ, അവിടെ എന്താ പറയുക, ആൾക്കാർക്ക് കൊടുത്തു. ഒരു
കോറിഡോർ ഒരു ഇൻറ്റൻസ് ഏരിയയിലേക്കാണ് ഇതിനെ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് കോൺഫ്ലിക്ട് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇതൊരു ഹാബിച്വൽ കോൺഫ്ലിക്റ്റ് ആയി കുറേ വീടുകൾ തകർക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ വീടുകൾ ഇതർ നിങ്ങൾ ഇതിനെ ഇപ്പം ഇതിൽ 2 വിഷയമുള്ളത്. ഒന്ന് ഇതാണ് ഒരു വലിയൊരു ഇതാണ്. ഇപ്പം ആനിമൽ ലവേഴ്സും ഒരു കൺസർവേഷൻസും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ഒന്ന് വെൽഫെയറും ഒന്ന് കൺസർവേഷനുമാണ്. വെൽഫെയർ ഇസ് ഡിഫറെൻറ്റ് ഫ്രം കൺസർവേഷൻ. അതെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് ആൾക്കാരത് മനസ്സിലാക്കുന്നത്, അതേ കൺഫ്യൂസ്ഡ്. ഓക്കെ, വെൽഫെയർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ വെൽബീയിങ് ആണ്. ഓക്കെ, കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു എക്കോളജിക്കൽ ഒരു വേറെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാഴ്ചപ്പാടാണ്. ഓക്കെ, പലപ്പോഴും ആൾക്കാർ ഒരു ഇൻഡിവിജ്വലിനെ മേബി സാക്രിഫൈസ് ചെയ്യായിരിക്കും വേറെ കുറേ ആനിമൽസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഈ വ്യത്യാസം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. ഈ അരിക്കൊമ്പന്റെ കാര്യത്തില് ട്രാൻക്യുലൈസ് ചെയ്ത് ഓവർ ഡോസ് ആയി എന്ന് പറഞ്ഞിട്ടൊരു അതുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്തായിരുന്നു? ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞ കാര്യം. ആരെങ്കിലും സർജറി അണ്ടർഗോയിട്ടുണ്ടോ ഇവിടെ? എനിബഡി ഹ്യൂമൻ സർജറി അണ്ടർഗോ ചെയ്തിട്ടുണ്ടോ? തിയേറ്ററിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 2 രീതി. ഇപ്പോൾ ഹ്യൂമനിൽ ഇപ്പോൾ ചെയ്യുന്നത് മെയിൻലി ഗ്യാസ് സർജറിയാണ് ചെയ്തത്. ഓക്കെ, അതായത് ഒരുപാട് ഫ്ലൂറോത്തേൻ ഒരുപാട് സാധനങ്ങളുണ്ട് ഗ്യാസ് വെച്ചിട്ട്. ആണെങ്കിൽ നമുക്ക് ഗ്യാസ് വെക്കാൻ പറ്റില്ല, കാരണം അതൊരു തുമ്പിക്കൈ ഉള്ളത്. അതിൻ്റെ മുകളിൽ നമുക്ക് ഗ്യാസ് വെക്കാൻ പറ്റില്ല. കാരണം തുമ്പി തരൂ, ഗ്യാസ് ഞാൻ വെക്കട്ടെ എന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വി ഹാവ് ടു ഗോ ഫോർ കെമിക്കൽ ഇമ്മൊബിലൈസേഷൻ. അപ്പോൾ നിങ്ങൾ അനസ്തീഷ്യയിൽ നിങ്ങൾ കിടക്കുന്നു, നിങ്ങൾക്ക് ഒരു പ്രീ മെഡിക്കേഷൻ തരുന്നു, നിങ്ങൾ കിടക്കുന്നു, നിങ്ങളെ വെക്കുന്നു, നിങ്ങളെ വൈറ്റൽസ് എല്ലാം മോണിറ്റർ ചെയ്യുന്നു, ഗ്യാസ് കുറേശ്ശെ നിങ്ങൾക്ക് തരുന്നു, നിങ്ങളുടെ ലെവൽ നോക്കുന്നു, നിങ്ങളുടെ പാരാമീറ്റേഴ്സ് നോക്കുന്നു, നിങ്ങളുടെ റിഫ്ലക്സ് നോക്കുന്നു, നിങ്ങളെ സ്റ്റേബിലൈസ്. ഒരിക്കലും ഒറ്റ തുറക്കൽ നിങ്ങളെ ഗ്യാസ് കൊടുത്തിട്ട് വായിക്കാണോ ചെയ്യുക? ഇറ്റ് ഗീവ്സ് ഇൻട്രിം. കുറേശ്ശെ വൈറ്റൽസ് നോക്കി ഇൻട്രിം. ഇതന്നെ ഞാനും ചെയ്യുന്നു. ഗ്രാജുവലായിട്ട് ചെയ്യും. കാരണം എന്താ പറഞ്ഞാൽ അത് ചെയ്യാൻ വേറെ റീസൺ ഉണ്ട്. ഈ ഗ്യാസ് അനസ്തീഷ്യ ഞങ്ങൾക്ക് വൈൽഡ് ലൈഫിൽ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് ആ കെമിക്കൽ ഇമ്മൊബിലൈസേഷൻ ചെയ്യാൻ പറ്റും. കെമിക്കൽ ഇമ്മൊബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മെഡിസിൻസ് നമ്മൾ കുത്തിവെക്കുന്നു, അത്രയേ ഉള്ളൂ. ഹ്യൂമനിലേതായിരുന്നു മുമ്പ്, ഇപ്പോഴാണ് ഗ്യാസിലേക്ക് വന്നത്. അപ്പോൾ കുത്തിവെക്കുമ്പോൾ എന്താ ചെയ്യുക? നമുക്ക് പോയിട്ട് ഒരു ആനയുടെ അടുത്ത് പോയി കുത്തിവെക്കാൻ പറ്റുമോ? കടുവയുടെ അടുത്ത് പോയി കുത്തിവെക്കും. വി യൂസ് എൻ എക്യുപ്മെൻറ്റ് ഫോർ ദാറ്റ് ടു ഡെലിവർ എ സിറിഞ്ച്. ദാറ്റ് ഈസ് എ ഗൺ, ഡാർട്ടിംഗ് ഗൺ. വെടിവെക്കുക എന്നുള്ളത് തന്നെ ഒരു റോങ് നോഷനാണ്. ഇറ്റ്സ് എ സിറിഞ്ച് പ്രൊജക്റ്റ്. ബേസിക്കലി ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ട് നമ്മൾ സിറിഞ്ച് കൊള്ളുന്നു, അതിനെ ഡെലിവർ ചെയ്യുന്നു, മരുന്ന് ഡെലിവറി, അത്രേ ചെയ്യുന്നുള്ളൂ. അപ്പം ഇതിപ്പോൾ നല്ലൊരു ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ ഇപ്പം ഞങ്ങൾ കോക്ടെയിൽസ് ഉപയോഗിക്കാം, അല്ലാണ്ട് ഒറ്റ ഡ്രഗല്ല ഉപയോഗിക്കാം. 2-3 ഡ്രഗിൻ്റെ കോമ്പിനേഷൻസാണ് ഞങ്ങൾ ഉപയോഗിക്കുക. അത് പല പ്രോപ്പർട്ടി ഉണ്ട്. ചിലത് മസിൽ റിലാക്സൻ്റ് ആയിരിക്കും, ചിലത് അനാൽജസിക് ആയിരിക്കും, ചിലത് അനസ്തറ്റിക് ആയിരിക്കും. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പേഷ്യൻറ്റ് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് അറിയാം, നിങ്ങളുടെ ഹിസ്റ്ററി അറിയാം, നിങ്ങളുടെ എല്ലാം അറിയാം, നിങ്ങളുടെ വൈറ്റൽസ് അറിയാം, നിങ്ങളുടെ ബ്ലഡ് പിക്ചർ അറിയാം, നിങ്ങളുടെ എല്ലാം അറിഞ്ഞിട്ടാണ് നിങ്ങൾ സർജറി കയറുന്നത്. ഒരു കാട്ടാനെ ഞാൻ അവിടെ നിൽക്കുമ്പം ഞാൻ എന്ത് ഗ്യാരണ്ടിയില്ല അതിൻ്റെ ഹെൽത്ത്, അതിൻ്റെ വൈറ്റൽസ്, അതിൻ്റെ ബ്ലഡ് പിക്ചർ, ഇതൊക്കെ എനിക്ക് എവിടെയുള്ളത്? ദിസ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് മൈ എക്സ്പീരിയൻസ്, എൻ്റെ നോളജ്, എൻ്റെ അനുഭവങ്ങൾ. ഇത് ആകെയുള്ളത് അതിൻ്റെ റിഫ്ലക്സ് ആണ് എനിക്ക്. അതിൻ്റെ ചെവി എങ്ങനെ ആടുന്നു, ഓരോ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ടെയിൽ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, പെനിസ് ഇറങ്ങിയിട്ടുണ്ടോ, ട്രങ്ക് മൂവ്മെൻറ്റ് ഉണ്ടോ, ഇതിൻ്റെ ഒബ്സർവേഷനിൽ കീൻ ഒബ്സർവേഷൻ മാത്രമാണ് എൻ്റെ വൈറ്റൽസ്. എനിക്ക് പൾസ് ഓക്സിമീറ്റർ ഇല്ല, ഒന്നുമില്ല. ECG ഇല്ല, ഒന്നുമില്ല. ബ്ലഡ് ഓക്സിജനേറ്റർ ഇല്ല, ഒന്നുമില്ല. ഈ പിക്ചറിലാണ് നിൽക്കുന്നത്. ദിസ് ഇസ് ഓൺലി ഓൺ മൈ ഇൻറ്റ്യൂഷൻസ്, മൈ എക്സ്പീരിയൻസ് ആൻഡ് മൈ നോളജ്. ഓക്കെ, അപ്പം നല്ലൊരു ലാൻഡ്സ്കേപ്പിൽ നിൽക്കുകയാണെങ്കിൽ, എനിക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ, എനിക്കതിന് നമ്മൾ നോക്കൗട്ട് ഡോസ് എന്ന് പറയും. ഓക്കെ, ടൈഗറൊക്കെയാണ് പ്രത്യേകിച്ച്. നമുക്ക് ടൈഗറിന് ഇങ്ങനെ ഡോസ് കൊടുത്ത് പോകാൻ പറ്റില്ല. വി വാണ്ട് ടു നോക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, മീൻസ് ടക്കം വീഴണം, എന്നിട്ട് നമ്മളതിനെ ആൻറ്റിഡോട്ട് കൊടുത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുക. മൂന്നാറിലെ സിറ്റുവേഷൻ ആണ്. മൂന്നാർ ഇങ്ങനെ സ്റ്റീപ്പ് ഹില്ലാണ്, ഇയാൾ ഇതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഞാൻ ഫുൾ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആന ഉരുണ്ട് താഴെ വീഴും. എനിക്ക് ഇപ്പുറത്ത് ഡാമിൽ ഇറങ്ങിയാൽ മുങ്ങിച്ചാവും. ഓക്കെ, ആകെയുള്ളത് ഒരു 500 മീറ്റർ വിട്ടുള്ള ഒരു വിൻഡോ ഇവിടെ വേണം എനിക്ക്. ഇതിന് മുകളിൽ കഴിഞ്ഞ് എനിക്ക് ലോറി അഥവാ നിന്നു നോക്കുക, എനിക്ക് ലോറി കയറ്റാൻ പോലും ഇതിനെ പറ്റത്തില്ല. എനിക്ക് വേണ്ടത് ആകെയുള്ള ഈ സ്ഥലമാണ്. ഇവിടുന്ന് ഈ ആനിമലിനെ ചെറിയ ഡോസേജ് കൊടുത്ത് ഞാൻ ഇറക്കി കൊണ്ടുവന്ന് താഴെ എത്തുമ്പോൾ എനിക്ക് ഫുൾ ഡോസിൽ നിൽക്കണം. ഇറ്റ്സ് എ മെൻ്റൽ കാൽക്കുലേഷൻ. ഓരോ റിഫ്ലക്സും നോക്കി ഇൻറ്റൻസീവായിട്ട് ചെയ്ത് വരുന്ന ഒരു സാധനമാണ്. ഡോണ്ട് ടേക്ക് ഇറ്റ് ഈസി. വർഷങ്ങളോളമുള്ള 10-20 വർഷങ്ങളോളം അനുഭവത്തിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഒരു ഇൻറ്റ്യൂഷൻ്റെ മുകളിലാണ് ഈ പരിപാടി ചെയ്യാൻ പറ്റും. ഇത്രയും റിസ്കി ടെറൈനിൽ. ഓക്കെ, ഡാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ വാട്ട് ടൈം അത് ഒരുപാട് ഫാക്ടർ ഉണ്ട്. ഒരുപാട് ഈവൻ ആംബിയൻ ടെമ്പറേച്ചർ പോലും. ഇപ്പോൾ നല്ല ചൂടാണെങ്കിൽ പെട്ടെന്ന് എഫക്റ്റ് ആവും.
ബോഡി സൈസ്, ടെമ്പറമെന്റ്, ഏജ്, വെയിറ്റ് ഒരു ഫാക്ടറാണ്. വെയിറ്റ് വെയിറ്റ് പോലും നമ്മൾ കാൽക്കുലേഷൻ നമ്മൾ മനസ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു ആനിമലിനെ കാണുമ്പോൾ ഇത്ര വെയിറ്റ് ഉണ്ടാവും എന്നുള്ളത്. ടൈം ഗോസ് ഓൺ. അതിന്റെ ടെമ്പറമെന്റ്, അതെങ്ങനെ ടെമ്പറമെന്റ് എങ്ങനെ? മസ്തുള്ള ആനയ്ക്ക് സാധാരണ ഡോസ് പോരാ. ഓക്കെ, ചിലത് ഭയങ്കര അഗ്രസീവ് ആനിമൽ ആയിരിക്കും, ചിലത് ഹ്യൂമനെ കണ്ട് ഹ്യൂമൻ പെയിൻ നിൽക്കുന്ന ആനിമൽസ് ഉണ്ട്. അത് ചില കോൺഫ്ലിക്റ്റ് ഈ വെട്ടിയേറ്റ് ഉണ്ടല്ലോ, ചില ആനിമൽസ് നമ്മൾ കോൺഫ്ലിക്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഈവൻ മെറ്റൽ ഡിറ്റക്ടർ ഓടിക്കാൻ പറ്റില്ല, കാരണം അത്രയും പെല്ലറ്റ്സ് ആയിരിക്കും ബോഡിയിൽ. അതും അഗ്രസീവ് ആയിരിക്കും, ഹൈ അഡ്രിനാലിൻ ലെവലായിരിക്കും, ഈസി ആയിരിക്കില്ല. ഇതെല്ലാം നമ്മൾ നോക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് പല രീതിയിൽ നമുക്ക് ആനിമലിനെ ഓടിച്ചിട്ട് നമുക്ക് ഡാട്ട് ചെയ്യാം, ഭയങ്കര പ്രോബ്ലം ആയിരിക്കും, അങ്ങനെ നമുക്ക് കിട്ടില്ല. നമ്മൾ സർപ്രൈസ് ഡാട്ട് ചെയ്യാം. എന്നാൽ എൻ്റെയൊക്കെ ട്രാക്കേഴ്സ് ഉണ്ട്, എഫക്റ്റീവ് ട്രൈബൽ ട്രാക്കേഴ്സ് ഉണ്ട്. ദേ വിൽ ഗോ ആൻഡ് ടച്ച് ദ എലഫൻറ്റ്, തൊട്ടിട്ട് വരും. ഞാനിത് ഒരിക്കലും എക്സാജറേഷൻ പറഞ്ഞു. അവർ ആ ഒരു കാട്ടാന അവിടെ നിൽക്കുകയാണെങ്കിൽ പോയിട്ട് തൊട്ടിട്ട് വരും ആന. കാരണം ആനയുടെ സെൻസ് ഓഫ് സ്മെൽ എന്താണെന്നറിയാം. ഒരിക്കലും ആനയുടെ നേരെ കാറ്റുള്ള ഡയറക്ഷനിലേക്ക് അവർ പോലും, സ്മെല്ലാണ് ഏറ്റവും വലിയ സാധനം, സ്മെല്ലും നോയ്സും. അപ്പം ഒരാന നിൽക്കുകയാണ്, കാറ്റ് ഇങ്ങോട്ടാണെങ്കിൽ മാത്രമേ ഇവരിങ്ങോട്ട് പോവുള്ളൂ. ഓക്കെ, ശബ്ദം ഉണ്ടാക്കാണ്ട് പോയി ടച്ച് ചെയ്ത് വരിക. ദാറ്റ് ഈസ് അവരെ കഴിവ്. ഒരു ആന കയറി കഴിഞ്ഞാൽ 24 മണിക്കൂറിന് ശേഷം വിട്ട് കഴിഞ്ഞാൽ, എൻ്റെ ട്രാക്കർ വിട്ട് കഴിഞ്ഞാൽ അവൻ ആനയുടെ അടുത്ത് കൊണ്ടെത്തി. കാരണം അവനറിയാം ആന എവിടെ പോകുന്നത്. ഒരുപാട് ഇത് ഇൻഡിക്കേറ്റ്. ഫോർ എക്സാമ്പിൾ ഈ തൊട്ടാവാടിയില്ലേ, മൈമോസ, ഈ തൊട്ടാവാടി ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വിരിയാനൊരു ടൈമുണ്ട്, പല ടൈം. ഇവർക്കിതിൽ ആന പോയി കഴിഞ്ഞാൽ ഇത് എത്ര സമയം എടുത്ത് വിരിയുന്നു എന്നുള്ള സമയം പോകുന്നത് പോലും അവർക്ക് കണക്കൂട്ടാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഇസ്, അത് എനിക്ക് പറ്റില്ല, അവർക്കേ പറ്റുള്ളൂ. സോ ദാറ്റ് ഇസ് സിറ്റുവേഷൻ, മനസ്സിലാവും. സോ അത് നിങ്ങൾ അത് അസസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ സക്സസ്. ഡാർട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഇമ്മീഡിയറ്റ് റിയാക്ഷൻ എന്താണ്? ഓടുകയാണോ? അല്ല, ഞാനത് പറയാം, അത് ഡിപ്പെൻസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്കൊരു ആന, ചില ഈ കേസുകളിൽ ആന അടിച്ച് ഞാൻ അറിയാൻ പോലും ഇല്ല. ആന മാലോണ്ടും തട്ടി നോക്കും, ഓ സംതിങ് ഹിറ്റ് മീ എന്ന് പറഞ്ഞ രീതിയിൽ തട്ടി നോക്കും. കുറച്ച് കഴിഞ്ഞാൽ ആൾ വാങ്ങും. പിന്നെ ഞാൻ എന്ത് പർപ്പസിനാണ് ചെയ്യുന്നത്? അപ്പോൾ എനിക്കൊരു സർജറി ചെയ്യണം ആനയെ, അങ്ങനെയാണ് എനിക്ക് അനസ്തറ്റിക് ലെവലിൽ ആനയെ കൊണ്ടുപോകണം. ഓക്കെ, അല്ല എനിക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യണം, ഇത് അരിക്കൊമ്പനെ കൊണ്ടുപോയി മാറ്റണം. അവിടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ആനയുടെ ഏറ്റവും വലിയ പ്രശ്നം, ആന എങ്ങനെ കിടക്കുന്നതെന്ന് കണ്ടിട്ടോ, ലാറ്ററലാ സൈഡ്, ഒരിക്കലും നെഞ്ച് വെച്ച് കിടക്കും. നെഞ്ച് കിടന്നു കഴിഞ്ഞാൽ ഒരു 10-15 സ്റ്റേണം ഭയങ്കര സോഫ്റ്റാണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അവിടെയാണ് വരുന്നത്, ആന ഡെഡ് ആവും. ഓക്കെ, ഒരു ലോറിയിൽ ഒരു ആന കയറ്റി നിൽക്കുകയാണ്, എൻ്റെ ഡോസേജ് ഒന്ന് കൂടി കുറച്ചൊന്ന് കൂടിക്കഴിഞ്ഞാൽ ആന ഒറ്റ ഇരിപ്പിരിക്കും, ഇരുന്നാൽ കഴിഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല.